അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ സീക്വൻസ് എന്ന് പറയാൻ പറയാൻ പറ്റും. സീക്വൻസ് പറഞ്ഞാൽ കുറേ സംഖ്യകൾ ഒരു വ്യക്തമായ ഓർഡർ എഴുതി കഴിഞ്ഞാൽ അതിന് വിളിക്കുന്ന പേരാണ് സീക്വൻസ്. ഇപ്പോൾ 2, 4, 6, 8, 10, 12, 14 ഇതൊരു സീക്വൻസാണ്. ഒരു പൊതുവായ ഒരു സംഖ്യ വെച്ച് കൂട്ടി എഴുതും. ഈ കൂട്ടി എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല സീക്വൻസ് ആണെങ്കിൽ. ഇപ്പോൾ കുറച്ച് എഴുതാൻ എന്താണ് സീക്വൻസ്. ഇപ്പോൾ 32, 30, 28, 26, 24 ഇതൊരു സീക്വൻസാണ്. ഇനി അത് കൂട്ടുകയോ കുറയ്ക്കോ വേണമെന്നില്ല, മൾട്ടിപ്ലൈ ചെയ്യാം. 4, 8, 16, 32 എക്സെട്ര ഇതൊരു സീക്വൻസാണ്. അപ്പോൾ ഒരു പൊതുവായ സംഖ്യ കൊണ്ട് കൂട്ടി എഴുതാം, അല്ലെങ്കിൽ ഒരു പൊതുവായ സംഖ്യ കൊണ്ട് കുറച്ച് എഴുതാം, അല്ലെങ്കിൽ ഒരു പൊതുവായ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ എഴുതാം, അല്ലെങ്കിൽ ഒരു പൊതുവായ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 64, 32, 16, 8 എക്സെട്ര. അപ്പോൾ ഒരു പൊതുവായ സംഖ്യ കൊണ്ട് കൂട്ടി എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഒരു പൊതുവായ സംഖ്യ കൊണ്ട് കുറച്ച് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് ഒരു പൊതുവായ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൻ പറ്റും, ഒരു പൊതുവായ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൻ പറ്റും. ഇതെല്ലാം എന്താണ് സീക്വൻസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി സീക്വൻസ് ആയ സംഖ്യകളെ നമ്മൾ പ്ലസ് ചേർത്തെഴുതിക്കുന്ന അതിനെ വിളിക്കുന്ന പേരാണ് സീരീസ് എന്ന് പറയുന്നത്. സീക്വൻസ് ആയ സംഖ്യകളെ പ്ലസ് ചേർത്തെഴുതിക്കുന്ന അതിനെ വിളിക്കുന്ന പേരാണ് സീരീസ്. അപ്പോൾ 2 + 4 + 6 + 8 + 10 + എക്സെട്ര. അതുപോലെ 32 + 30 + 28 + 26 + എക്സെട്ര. അടുത്ത 4 + 8 + 16 + 32 + എക്സെട്ര. അടുത്ത 64 + 32 + 16 + 8 + എക്സെട്ര. അപ്പോൾ സീക്വൻസ് ആയ സംഖ്യകളെ പ്ലസ് ചേർത്തിരിക്കുന്ന അതിനെ വിളിക്കുന്ന പേരാണ് സീരീസ് എന്ന് പറയുന്നത്. When the sequence of numbers are connected by the mathematical operation addition, then it is called a series. അപ്പോൾ സീക്വൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, സീരീസ് എന്നാണ്. പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ എന്താണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന സംഭവമാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞാൽ a sequence, ഒരു സീക്വൻസ് ആയിരിക്കും a sequence in which the difference between any two consecutive terms always remains a constant. A sequence in which the difference between any two consecutive terms always remains a constant. ഒരു സീക്വൻസ് ആയിരിക്കും അടുത്തടുത്ത് വരുന്ന രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എല്ലായ്പ്പോഴും ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് AP എന്ന് പറയുന്നത്. A sequence in which the difference between any two consecutive terms always remains a constant, that is called an AP എന്ന് പറയും. ഇനി അതിനകത്ത് പറയുന്ന ഒരു എപിയുടെ എന്നാമത്തെ ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എൻഡ് ടൈം ഓഫ് ആൻ എപി. എൻഡ് ടൈം ഓഫ് എപി കണ്ടുപിടിക്കാനുള്ള ഫോർമുല an = a + n - 1 × d. ഇതാണ് ഒരു എപിയുടെ എന്നാമത്തെ ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. an = a + n - 1 d. സം ഓഫ് n ടൈംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ട്. Sn = n/2 × a + n. അല്ലെങ്കിൽ മറ്റൊരു ഫോർമുല ഉണ്ട്. Sn = n/2 × 2a + n - 1 × d. 2a + n - 1 ആണ് സം ഓഫ് n ടൈംസ് ഓഫ് an AP. ഈ ഫോർമുല ഓർമ്മിരിക്കണം. nth ടൈം ഓഫ് an AP കണ്ടുപിടിക്കാനുള്ള ഫോർമുല a + n - 1 d. സം ഓഫ് n ടൈംസ് കണ്ടുപിടിക്കാൻ രണ്ട് ഫോർമുല n/2 × a + n അല്ലെങ്കിൽ n/2 × ആദ്യ ടൈം പ്ലസ് അവസാന ടൈം എന്നാണ്. അപ്പോൾ ഇത് ഓർമ്മിരിക്കുക. പിന്നെ നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കാനും ഫോർമുല ഉണ്ട്. നമ്പർ ഓഫ് ടൈംസ് n = last time minus first time divided by d + 1. last time minus first time divided by d + 1. ഇതാണ് നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ഈ ഒരു കാര്യം ഓർമ്മയിരിക്കുക. nth ടൈം ഓഫ് AP എന്ന് പറഞ്ഞാൽ an = a + n - 1 d. അതുപോലെ സം ഓഫ് n ടൈംസ് കണ്ടുപിടിക്കാൻ Sn = n/2 × ആദ്യ ടൈം പ്ലസ് അവസാന ടൈം, അല്ലെങ്കിൽ n/2 × 2a + n - 1 d. അല്ലെങ്കിൽ നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കാൻ ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ d + 1. ഇതാണ് നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന ഫോർമുല. അപ്പോൾ ഈ ഒരു കാര്യവും ഓർമ്മയിരിക്കുക. പിന്നെ സീക്വൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, സീരീസ് എന്താണെന്ന് പറഞ്ഞു, നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും AP പറഞ്ഞു. APയുടെ നമ്പർ ഓഫ് ടൈംസ്, സം ഓഫ് ടൈംസ്, nth ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിരിക്കണം. അപ്പോൾ അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ജിയോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ GP എന്ന് പറയും. GP എന്താണ് എന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഈ GP എന്ന് പറയുന്ന സമയത്ത് അതൊരു സീക്വൻസ് ആയിരിക്കും. പക്ഷേ അവിടെ അടുത്ത ടൈം കണ്ടുപിടിക്കാൻ ഒരു പൊതുവായ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് GP എന്ന് പറയും. A sequence in which the ratio of each term by its preceding term is always remains a constant. എന്ന് പറഞ്ഞാൽ ഒരു സീക്വൻസ് ആയിരിക്കും. അതിന്റെ തൊട്ടു മുമ്പുള്ള ടൈമിനെ തൊട്ടു പിമ്പുള്ള ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എല്ലായ്പ്പോഴും കിട്ടുന്ന ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് GP. A sequence in which the ratio of each term by its preceding term, ratio of each term by its preceding term is always remains a constant, that is called എന്താണ് GP എന്ന് പറയും. ഇപ്പോൾ നോക്കിയേ, 2, 4, 6, 8, 10, 12 അല്ല സോറി 2, 4, 8, 16, 32 എക്സെട്ര. അപ്പോൾ തൊട്ട് മുമ്പുള്ള ടൈം 4-നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താലും 8-നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താലും 16-നെ 8 വെച്ച് ഡിവൈഡ് ചെയ്താലും 32-നെ 16 വെച്ച് ഡിവൈഡ് ചെയ്താലും എല്ലായ്പ്പോഴും എന്തായിരിക്കും
ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ജി പി എന്ന് പറയുന്നത്. സീക്വൻസ് ഇൻ വിച്ച് the ratio of each term by its preceding term is always remains a constant. The ratio of each term by its preceding term is always remains a constant. That is called എന്ന് വിളിക്കാൻ ജി പി എന്ന് പറയും. ഒരു സീക്വൻസിന്റെ തൊട്ട് മുമ്പുള്ള ടേമിനെ തൊട്ട് പിമ്പുള്ള ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആണ് വരുന്നതെങ്കിൽ ആ സീക്വൻസ് വിളിക്കുന്ന പേരാണ് ജി പി എന്ന് പറയുന്നത്. സീക്വൻസ് ഇൻ വിച്ച് the ratio of each term by its preceding term is always remains a constant. 4/2, 8/4, 16/8, 32/60 എപ്പോഴും കിട്ടുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയാം ജി പി എന്ന് പറയാം. ഓക്കെ, ജി പിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്ത് ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. എന്ത് ടൈം കണ്ടുപിടിക്കാൻ a is equal to a into r raised to n minus 1. എന്ത് ടൈം അപ്പോൾ ജി പി കണ്ടുപിടിക്കാൻ ഫോർമുല Sn is equal to a into r raised to n minus 1. അതിന് സം ഓഫ് n ടൈംസ് കണ്ടുപിടിക്കാൻ ഫോർമുല ഉണ്ട് a into r raised to n minus 1 divided by r minus 1 if r is greater than. അല്ലെങ്കിൽ മറ്റൊരു ഫോർമുല ഉണ്ട് or Sn is equal to a into 1 minus r raised to 1 divided by 1 minus r if r is less than 1. r greater than 1 ആകുമ്പോൾ ഈ ഫോർമുലയും r less than 1 ആകുമ്പോൾ ഈ ഫോർമുലയുമാണ്. ഫോർമുലകൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. Sn is equal to a into r raised to n minus 1 divided by r minus 1. When r is greater than 1, അല്ലെങ്കിൽ മറ്റൊരു ഫോർമുല Sn is equal to 1 minus r raised to 1 divided by 1 minus r when the common ratio is less than 1 എന്ന് പറയും. ഇതിനെ വിളിക്കുന്ന പേരാണ് ജി പി എന്ന് പറയും. അപ്പോൾ അത് ഫോർമുലയാണ്. പിന്നെ നമ്മൾ പഠിക്കുന്ന സം ഓഫ് ഇൻഫിനിറ്റ് ടൈംസ് ഓഫ് ജി പി ആണ്. സം ഓഫ് ഇൻഫിനിറ്റ് ടൈംസ് ഓഫ് ജി പി. സം ഓഫ് ഇൻഫിനിറ്റ് ടൈംസ് ഓഫ് ജി പി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ട്. എസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എപ്പോഴും ആറിന്റെ വില ഒന്നിൽ താഴെയായി. ആ ജി പിയുടെ ഫോം എങ്ങനെയാണ്? 1/2, അടുത്ത 1/4, അടുത്ത 1/8, അടുത്ത 1/16 എക്സെട്രാ എന്ന് പറഞ്ഞു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫിനിറ്റ് ജി പി എന്ന് പറയും. ഇൻഫിനിറ്റ് ജി പിയുടെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല a by 1 minus r. Modulus of r is less than 1. First term is 1 and the common ratio is 1/2. 1/2 നെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/4, വീണ്ടും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/8, വീണ്ടും 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/16. അതായത് കോമൺ റേഷ്യോ എപ്പോഴും ഒന്നിൽ താഴെയാണെങ്കിൽ മാത്രമേ സം ഓഫ് ഇൻഫിനിറ്റ് ടൈംസ് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. അത് എപ്പോഴും ഓർമ്മയിരിക്കണം. അങ്ങനെയെങ്കിൽ അതിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് s infinity is equal to a by 1 minus r. അത് ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അത് ഓർമ്മയിലിരിക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ പഠിക്കുന്നതാണ് ഇൻഫിനിറ്റ് ടൈംസ് വന്ന ഫൈനൈറ്റ് ജി പിയുടെ സം കണ്ടുപിടിക്കുന്ന പറഞ്ഞു. അതിനുശേഷം നമ്മൾ പഠിക്കുന്ന മറ്റൊന്നാണ് എച്ച് പി. അവിടെ നമ്മുടെ പുസ്തകത്തിനകത്ത് പറയുന്നില്ലെങ്കിലും ഇത് അറിഞ്ഞിരിക്കണം. എച്ച് പി എന്താണ് എന്ന് ചോദിച്ചാൽ എച്ച് പി എന്ന് പറഞ്ഞാൽ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേരാണ് ഹാർമോണിക് പ്രോഗ്രഷൻ. The reciprocal of the arithmetic progression is called a harmonic progression. അങ്ങനെ നമ്മൾ വിളിക്കുന്ന പേര് എച്ച് പി. നമ്മുടെ the reciprocal of harmonic progression. The reciprocal of arithmetic progression. The reciprocal of arithmetic progression is called reciprocal of the arithmetic progression is called harmonic progression. Is called harmonic progression. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് പറയാം. അതിന് മറ്റൊരു പേരെന്ന് വെച്ചാൽ എച്ച് പി. The reciprocal of the arithmetic progression is called harmonic progression. അതായത് 2, 4, 6, 2, 4, 6, 8 എന്ന് പറഞ്ഞ സീക്വൻസ് എ പിയിലാണെങ്കിൽ അതിന്റെ റെസിപ്രോക്കലായ 1/2, 1/4, 1/6, 1/8 എവിടായിരിക്കും? എച്ച് പിയിലായിരിക്കും. അപ്പൊ അത് ഓർമ്മയിരിക്കുക. 2, 4, 6, 8, 10, 12 എന്ന് പറയുന്ന ടൈമുകൾ എ പിയിലാണെങ്കിൽ അതിന്റെ റെസിപ്രോക്കലായ 1/2, 1/4, 1/6, 1/8 എവിടെ തന്നെ ആയി മാറും? എച്ച് പിയിലായി മാറും. അത് ഓർമ്മയിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേരാണ് ഹാർമോണിക് പ്രോഗ്രഷൻ. അപ്പോൾ നമ്മുടെ എ പി പറഞ്ഞു, ജി പി പറഞ്ഞു, ജി പിയിൽ തന്നെ ഇൻഫിനിറ്റ് ജി പി പറഞ്ഞു, പിന്നെ ലാസ്റ്റ് പറഞ്ഞാണ് ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് പറയും. അരിത്മെറ്റിക് പ്രോഗ്രഷൻ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേരാണ് ഹാർമോണിക് പ്രോഗ്രഷൻ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടൈമുകൾ എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് മീന്, ഹാർമോണിക് മീന്, ജിയോമെട്രിക് മീൻ. ഓരോന്നും ശ്രദ്ധിച്ചു. അപ്പോൾ അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നോക്കാം, if a, b, c are in AP ആണെന്ന് വിചാരിക്കുക. എയും ബിയും സി എ പി ആണെങ്കിൽ അതിന്റെ പ്രത്യേകത b മൈനസ് എ, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈസ് ഇക്വൽ ടു തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. അല്ലെങ്കിൽ b പ്ലസ് ബി ഈസ് ഇക്വൽ ടു എ പ്ലസ് സി എന്ന് വിളിക്കാം. 2b ഈസ് ഇക്വൽ ടു എ പ്ലസ് സി എന്ന് വിളിക്കാം. b ഈസ് ഇക്വൽ ടു എ പ്ലസ് സി ഡിവൈഡഡ് ബൈ 2. b ഈസ് ഇക്വൽ ടു എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2. then b is called
arithmetic mean between ആരാണ് a and c. a-ക്കും c-ക്കുള്ള arithmetic mean ആണ് b എന്ന് പറയുന്നത്. ഓക്കേ, അപ്പോൾ അത് ഓർമ്മയിരിക്കുക. then b is called the arithmetic mean between a and c. ഇനി gpa സംബന്ധിച്ച് പറയുമ്പോൾ gpa എന്ന് പറയുന്ന സമയത്ത് if a, b, c are in gp, if a, b, c are in gp, gp ആണെങ്കിൽ a യും b യും c യും gp ആണെങ്കിൽ b by a is equal to c by b, b by a is equal to c by b, അല്ലെങ്കിൽ b square equal to ac, അല്ലെങ്കിൽ b is equal to root ac. then b is called എന്ന് വിളിക്കാം geometric mean between എന്ന് വിളിക്കാം a and c. then b is called the geometric mean between b ക്ക് വിളിക്കുന്ന പേരാണ് a ക്കും c ക്കും ഇടയിലുള്ള geometric mean, അല്ലെങ്കിൽ b is equal എന്ന് വിളിക്കാം root ac എന്ന് വിളിക്കാം. b is called the geometric mean between a and c. അപ്പോൾ ab പറഞ്ഞു, gp പറഞ്ഞു. അടുത്ത നമ്മൾ പറയാൻ പോകുന്നതാണ് hp എന്ന് പറയുന്നത്. hp ഈ b ക്ക് വിളിക്കുന്ന പേരാണ് ഹാർമോണിക് geometric mean. ഇനി hp യുടെ geometric mean ഹാർമോണിക് mean കണ്ടുപിടിക്കാൻ ഈ a, b, c ആണ് hp ആണെന്ന് വിചാരിക്കുക. hp ആവുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യം എന്താണ്? hp എന്ന് പറയുമ്പോൾ ഹാർമോണിക് അരിത്തമെറ്റിക് റെസിപ്രോക്കൽ. അപ്പോൾ 1/a 1/b 1/c എവിടായി മാറി? 1/a 1/b 1/c എന്നിവ എവിടായി മാറി? ap യിലായി മാറി. ap ആവുന്ന സമയത്ത് 1/b - 1/a 1/c - 1/b ആയി മാറും. അല്ലെങ്കിൽ 2/b 1/a 1/c ആയി മാറും. അല്ലെങ്കിൽ എന്ന് വിളിക്കാം 2/b എന്ന് വിളിക്കാം c plus a divided by ac എന്നായി മാറും. അല്ലെങ്കിൽ 2ac divided by a plus c is equal to b എന്ന് വിളിക്കാം. b ക്ക് വിളിക്കുന്ന പേരാണ് ഹാർമോണിക് മീൻ. അപ്പോൾ ചെയ്യുന്നതിനാ 2 into ac divided by a plus c. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹാർമോണിക് മീൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് ജിയോമെട്രിക് മീൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് മീൻ. അത് ഓർമ്മയിരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ പറയാം, അരിത്തമെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ a യും b യും c യും ap ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം. അതാണ് ചെയ്യുന്നത്. b minus a is equal എന്ന് വിളിക്കാം c minus b. b plus b is equal a plus c, 2b is equal a plus c, b is equal a plus c divided by 2. b ക്ക് വിളിക്കുന്ന പേരാണ് arithmetic mean between a and c. ഇനി അടുത്ത gp സംബന്ധിച്ച് പറയുമ്പോൾ a യും b യും c യും എന്താണ്? gp ആണെന്ന് വിചാരിക്കുക. gp ആകുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം ബൈ എന്ന് വിളിക്കാം സെക്കൻഡ് ടേം. അതായത് b by a is equal to c by b ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ b square equal to ac, b is equal to ആരവരം root ac എന്ന് പറയും. b is equal to root ac എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം b is geometric mean between എന്ന് വിളിക്കാം a and c. b is called geometric mean between a and c. ഈ hb സംബന്ധിച്ച് പറയുമ്പോൾ ഈ a b c ആണ് hb, then 1/a 1/b 1/c ആണ് എവിടായി മാറി? ap ആയി മാറി. a യും b യും c hb ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എവിടായി മാറി? ap ആയി മാറി. ഇതിന്റെ റെസിപ്രോക്കൽ ap എന്ന് പറഞ്ഞാൽ 1/a minus 1/e is equal to 1/c minus 1/b. കൂട്ടുമ്പോൾ ആരെങ്കിലും 2/e is equal to 1/a plus 1/b. 2b is equal to c plus a divided by s. അല്ലെങ്കിൽ b is equal to വിളിക്കാം 2ac divided by a plus c എന്നായി മാറും. b is equal to 2ac divided by a plus c. b ക്ക് വിളിക്കുന്ന പേരാണ് എന്താണ്? ഹാർമോണിക് മീൻ ബിറ്റ്വീൻ എന്താണ്? a and c. അപ്പോൾ അത് ഓർമ്മയിരിക്കുക. ഹാർമോണിക് മീൻ, ജോമെട്രിക് മീൻ, അരിത്തമെറ്റിക് മീൻ. ഇനി ഇവിടെ അറിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട സംഗതികൾ ഞാൻ പറയാം. എപ്പോഴും അരിത്തമെറ്റിക് മീൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു geometric mean. Arithmetic mean is always greater than or equal to geometric mean, which is always greater than or equal to harmonic mean. ആ പറഞ്ഞ റിസൾട്ടും എപ്പോഴും ഓർമ്മയിരിക്കുക. arithmetic mean is always greater than geometric mean, which is always greater than harmonic mean. ആ പറയുന്ന കൺസെപ്റ്റുകളും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം എന്നാണ്. ഓക്കെ, പിന്നെ അതിനുശേഷം നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സീക്വൻസ് ആണ്. സ്പെഷ്യൽ സീക്വൻസ്. അപ്പോൾ സ്പെഷ്യൽ സീക്വൻസ് ഏതാണെന്നോ? സ്പെഷ്യൽ സീക്വൻസ് എന്ന് പറയുന്ന സമയത്ത് നോക്കിയോ, സ്പെഷ്യൽ സീക്വൻസസ് എന്ന് പറയുമ്പോൾ ആദ്യത്തേത് 1 plus 2 plus 3 plus etc plus n. ഫോർമുലയുണ്ട് n into n plus 1 divided by. രണ്ടാമത്തെ ആദ്യത്തെ n ടൈമുകളുടെ സ്ക്വയറുകളുടെ സം 1 square plus 2 square plus 3 square plus etc plus n square is equal to n into n plus 1 into 2n plus 1 divided by 6. മൂന്നാമത്തേത് ആദ്യത്തെ n ടൈമുകളുടെ ക്യൂബുകളുടെ സം 1 cube plus 2 cube plus 3 cube plus etc plus n cube is equal to ഫോർമുല n square into n plus 1 the whole square divided by 4. ഇതിന്റെ സ്ക്വയർ. ഈ മൂന്ന് കാര്യങ്ങൾ ഓർമ്മയിരിക്കണം. ആദ്യത്തെ n ടേമുകളുടെ സം 1 plus 2 plus 3 plus etc n is equal to n into n plus 1 divided by 2. ആദ്യത്തെ n ടേമുകളുടെ സ്ക്വയറുകളുടെ സം എന്ന് പറയുന്നത് 1 square plus 2 square plus 3 square plus etc plus n square ന്റെ ഫോർമുല അറിയാം. n into n
n+1 into 2n+1 divided by 6. അടുത്തതിന്റെ ഫോർമുല ആയിട്ട് n ടേമുകളുടെ ക്യൂബുകളുടെ സം എന്ന് പറയുന്ന സമയത്ത് n² into n+1 the whole square divided by 4. അപ്പോൾ ഈ പറയുന്ന മൂന്ന് ഫോർമുലാസ് ഓർമ്മയിരിക്കുക. ഇതാണ് സീക്വൻസ് ആൻഡ് സീരീസിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എപി പറഞ്ഞു. എപിയുമായിട്ട് ബന്ധപ്പെടുത്തി പ്രധാനപ്പെട്ട 4 ഫോർമുലാസ് ഉണ്ട്. എന്ത് ടൈം കണ്ടുപിടിക്കാൻ an is equal to a plus n minus 1 into d a plus n minus 1 into d. അപ്പോൾ എ പിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഫോർമുലാസ് എന്ന് പറയുന്നത് ആദ്യത്തെ പിന്നെ എൻ ടേമുകളുടെ പിന്നെ ഒരു എ പിയുടെ എൻ ടേമുകളുടെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല n/2 into a plus n. ഒരു എ പിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ സം കണ്ടുപിടിക്കാൻ രണ്ട് ഫോർമുലയുണ്ട്. n/2 into a plus n ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ n/2 into 2a plus n minus 1. നമ്പർ ഓഫ് ടൈംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ d plus 1. എന്നാമത്തെ ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല an is equal to a plus n minus 1 into d. അത് ഒരു കാര്യം. പിന്നെ ജി പിയുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന സമയത്ത് ജി പിയുടെ സം കണ്ടുപിടിക്കാൻ രണ്ട് ഫോർമുല പറയും. Sn is equal to a into 1 minus r raised to n divided by 1 minus r when the common ratio is less than 1. അല്ലെങ്കിൽ Sn is equal to a into r raised to n minus 1 divided by r minus 1 when the common ratio is greater than 1. പിന്നെ അതിനുശേഷം നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫോർമുല എന്നാമത്തെ ടൈം കണ്ടുപിടിക്കാൻ ജി പിയുടെ എന്നാമത്തെ ടൈം കണ്ടുപിടിക്കാനുള്ള ഫോർമുല an is equal to a into r raised to n minus 1. ഒരു ഇൻഫിനിറ്റ് ജി പിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയുണ്ട്. ഒരു ഇൻഫിനിറ്റ് ജി പിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എസ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. അതും ഓർമ്മയിരിക്കണം. അപ്പോൾ എ പി ജി പി പറഞ്ഞതിന് ശേഷം പറയുന്ന അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഈ പറയുന്ന ഏതാണ് ഹാർമോണിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ. ഹാർമോണിക് പ്രോഗ്രഷൻ എന്നാമത്തെ ടൈം കണ്ടുപിടിക്കാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോഗ്രഷൻ തന്നാൽ അതിനെ എ പി ആക്കി മാറ്റുക. എന്നിട്ട് അതിൻ്റെ എന്നാമത്തെ ടൈം കണ്ടുപിടിച്ചതിന് ശേഷം വീണ്ടും റെസിപ്രോക്കലായാൽ മതി. കാരണം എന്താണ്? ഹാർമോണിക് പ്രോഗ്രഷൻ ഈസ് ഓൾവേസ് ദ റെസിപ്രോക്കൽ ഓഫ് ദി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഏത് ഹാർമോണിക് പ്രോഗ്രഷൻ എന്നാമത്തെ ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും എന്ത് ചെയ്യണം? അതിനെ എ പിയിലേക്ക് മാറ്റുക. എ പിയുടെ എന്നാമത്തെ ടൈം കണ്ടുപിടിച്ചതിന് ശേഷം റെസിപ്രോക്കൽ എടുത്താൽ മതിയാകും. പിന്നെ നമ്മൾ അതിനുശേഷം പഠിക്കുന്നതാണ് സ്പെഷ്യൽ സീക്വൻസ് പറയുന്നു. ആദ്യത്തെ എൻ ടേമുകളുടെ സം, ആദ്യത്തെ എൻ ടേമുകളുടെ സ്ക്വയറുകളുടെ സം, ആദ്യത്തെ എൻ ടേമുകളുടെ ക്യൂബുകളുടെ സം. ആദ്യത്തെ എൻ ടേമുകളുടെ സം 1 + 2 + 3 + എക്സെട്ര n എന്ന് പറയുമ്പോൾ n into n+1 divided by 2. ആദ്യത്തെ എൻ ടേമുകളുടെ സ്ക്വയറുകളുടെ സം എന്ന് പറയുമ്പോൾ ആദ്യത്തെ എൻ ടേമുകളുടെ സ്ക്വയറുകളുടെ സം എന്ന് പറയുമ്പോൾ n into n+1 into 2n+1 divided by 6. ആദ്യത്തെ എൻ ടേമുകളുടെ ക്യൂബുകളുടെ സം എന്ന് പറയുമ്പോൾ n² into n+1 the whole square divided by 4. അപ്പോൾ ഇത്രയും റിസൾട്ടുകൾ വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമേ ചെയ്തു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം വ്യക്തമായി ഓർമ്മയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യനൊക്കെ പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. The value of n for which x raised to n plus 1 plus y raised to n plus 1 is the arithmetic mean between x and y എത്രയാണ് എന്നാണ് ചോദ്യം. നമ്മളോട് ചോദിച്ചേക്കുന്നത് x raised to n plus 1 plus y raised to n plus 1 be the angle between is the arithmetic mean between x and y. Then the value of എത്രയാണ് ചോദിച്ചേക്കുന്നത്? Then the value of x raised to n then the value of n is എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്. x raised to n plus 1 plus y raised to n plus 1 divided by x raised to n plus y raised to n എന്ന് പറയുന്നത് നമ്മുടെ അരിത്തമെറ്റിക് മീൻ ആകുന്ന സമയത്ത് എന്നിൻ്റെ വില എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് അരിത്തമെറ്റിക് മീൻ ആകുക എന്ന് പറയുന്ന സമയത്ത് പല രീതിയിൽ ചെയ്യാം. ഇത് ഈസ് ഈക്വൽ x plus y divided by 2 എടുത്തിട്ട് ചെയ്താൽ കാണാം. കാരണം ഇതേപോലൊരു ക്വസ്റ്റ്യൻ നമ്മൾ ബോർഡ് എക്സാമിന് ചെയ്യുന്നുണ്ട്. പക്ഷേ അത്രയും സമയം നമുക്കിവിടെ ചിലവഴിക്കാനില്ല. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഓപ്ഷനിലെ വാല്യൂസ് വരുന്നത് 0, 1, -1, 2 ആൻഡ് നൺ ഓഫ് ദിസ് ആണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്നിന് ഏത് വില കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന എക്സ്പ്രഷൻ അരിത്തമെറ്റിക് മീനായി മാറും എന്ന് പറഞ്ഞാൽ ഇത് x plus y divided by 2 ആകണമെങ്കിൽ എന്നിന് ഏത് വില കൊടുക്കണം എന്ന് ചിന്തിക്കണം. അപ്പോൾ ഇവിടെ എന്നിന് ഏത് വില കൊടുത്താൽ മതി? എന്നിനെ പുട്ട് n is equal to എന്ത് കൊടുത്താൽ മതി? n is equal to 0 കൊടുക്കണം. n 0 കൊടുക്കുമ്പോൾ എന്തായി മാറി? which is equal to x raised to 0 plus 1 x ആയി മാറി. y raised to 0 plus 1 y divided by x raised to 0 1 y raised to 0 എത്രയായി മാറും? 1. അപ്പോൾ ഇതെന്തായി മാറി? x plus y divided by 2 ആയി മാറും. അപ്പോൾ തന്നിരിക്കുന്ന എക്സ്പ്രഷനകത്ത് എന്നിന് 0 എന്ന് പറയുന്ന വില കൊടുക്കുന്ന സമയത്ത് ഇതെന്തായി മാറി? x raised to 0 plus 1 അതായത് x plus y raised to 0 plus 1 y divided by 2 ആയി മാറുന്നു. സോ ദി ആൻസർ ഈസ് n ഈസ് ഈക്വൽ എത്ര വരും? 0. എന്നിന് 0 എന്ന് പറയുന്ന വില കൊടുക്കുമ്പോൾ ഇതെന്തായി മാറുന്നുണ്ട്? x plus y divided by 2 ആയി മാറും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? n ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ചെയ്ത രീതി പിടികിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദി സം ഓഫ് ദി സീരീസ് 1 plus 2 into 2 plus 3 into 2 square plus 4 into 2 cube plus 100 into
299 ആ സീരീസിൻ്റെ സം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ സീരീസിൻ്റെ സം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ദി സം ഓഫ് ദി സീരീസ്. ഈ സീരീസിൻ്റെ സം നോക്കിയോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് 1 പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 2 ക്യൂബ് പ്ലസ് 5 ഇൻറ്റു 2 റൈസ് ടു 4 പ്ലസ് എക്സെട്ര പ്ലസ് 100 ഇൻറ്റു 2 റൈസ് ടു 99. ഇതിൻ്റെ സം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാനുള്ള മാർഗ്ഗം എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിൻ്റെ സമ്മിനെ നമ്മൾ എന്ത് ചെയ്തു? എസ് എന്ന് അങ്ങ് വിളിക്കുന്നു. ഇതിൻ്റെ സമ്മിനെ നമ്മൾ എന്ത് ചെയ്തു? ലെറ്റ് എസ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 2 ക്യൂബ് പ്ലസ് 100 ഇൻറ്റു 99 2 റൈസ് ടു 99. അപ്പോൾ ഇതാണ് നമ്മുടെ എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യും? ഒരു 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യും. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്തായി മാറും? ദെൻ 2s ഈസ് ഈക്വൽ ടു ആര് വരും? 2 പ്ലസ് 2 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 2 ക്യൂബ് 3 ഇൻറ്റു 2 ക്യൂബ് പ്ലസ് എക്സെട്ര. ഇത് ഒരു കാര്യം ചെയ്യാം, ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എഴുതുന്ന സ്റ്റെപ്പ് ശ്രദ്ധിച്ചോണം. ഈ 1ന് താഴെ ഒന്നുമില്ല, അത് അതുപോലെ നിൽക്കും. 2s എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഇൻറ്റു 2 ഇവിടെ എഴുതും, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ഇവിടെ എഴുതും. അതായത് 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 സ്ക്വയർ എന്ന് എഴുതി, ഇവിടെ 3 ഇൻറ്റു 2 ക്യൂബായി മാറും. ഇവിടെ പ്ലസ് 4 ഇൻറ്റു 2 റൈസ് ടു 4 എന്നായി മാറും. പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടൈം എന്ന് പറയുന്ന സമയം ഇതിന് തൊട്ടുമുള്ള ടൈം 99 ഇൻറ്റു 2 റൈസ് ടു 99 എന്നായി മാറും അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ 100 ഇൻറ്റു 2 റൈസ് ടു എത്ര വരും? 100 എന്നായി മാറും. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ചെയ്ത രീതി ഞാൻ ഒന്നുകൂടെ പറയാം. ഇതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനെ സമ്മിനെ ഞാൻ എന്ത് ചെയ്തു? ഇതിൻ്റെ സമ്മിനെ ഞാൻ എസ് എന്നങ്ങ് വിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ ഞാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? S2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ എത്രയായി മാറി? ഇത് 2s ആയി മാറി. 2s ഈസ് ഈക്വൽ ടു 1ന് താഴെ ഒന്നുമില്ല. ഇതിനെ 2 കൊണ്ട് 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതണം. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ഇവിടെ എഴുതണം. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതി. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതി. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതി. അവസാനം ഇതിന് തൊട്ടുമുമ്പുള്ള സംഖ്യ എന്ന് പറയുമ്പോൾ 99 ഇൻറ്റു 2 റൈസ് ടു 98 ആയിരുന്നു. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 99 ഇൻറ്റു 2 റൈസ് ടു 99 ആയി മാറി. ഇതിനെ വീണ്ടും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 100 ഇൻറ്റു 100 2 റൈസ് ടു എത്ര ആയി മാറി? 100 ആയി മാറി. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആര് വരും? s മൈനസ് 2s എന്ന് പറഞ്ഞാൽ മൈനസ് എസ്, 1 നിന്ന് 0 കുറച്ചാൽ 1. ഇത് 2 കോമൺ എടുത്താൽ എത്ര വരും? 2 ഇൻറ്റു ആര് വരും? 2 ഇൻറ്റു 2 4 മൈനസ് 2 എന്ന് വരും. അതായത് 2 എഴുതാം. ഇവിടെ വരുന്ന സമയത്ത് 2 സ്ക്വയർ കോമൺ എടുത്താൽ 1 ആയി മാറും. ഇവിടുന്ന് 2 ക്യൂബ് കോമൺ എടുത്താൽ 1 ആയി മാറും. ഇവിടുന്ന് 2 റൈസ് ടു 4 കോമൺ എടുത്താൽ 1 ആയി മാറും. എക്സെട്ര ലാസ്റ്റ് ടൈം എഴുതുന്ന സമയത്ത് ആര് വരും? 2 റൈസ് ടു 99 ആയി മാറും. ലാസ്റ്റ് ടൈം മൈനസ് 100 ഇൻറ്റു 2 റൈസ് ടു 100 എന്നായി മാറും. എഴുതിയപ്പോൾ കിട്ടിയല്ലോ. അപ്പോൾ മൈനസ് എസ് ആണ് നമ്മൾ എഴുതി വരുന്നത്. ഓക്കെ, മൈനസ് എസ് ഈസ് ഈക്വൽ ടു, ഇത് നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ എത്ര ടൈമാണ്? 100 ടൈമുള്ളൊരു GPയുടെ സമ്മാണ്. അതായത് മൈനസ് എസ് ഈസ് ഈക്വൽ എന്ന് വിളിക്കാം. ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. 1 പ്ലസ് 2 പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് 2 റൈസ് ടു 99 മൈനസ് 100 ഇൻറ്റു 2 റൈസ് ടു 100 എന്നായി മാറും. ഇതൊരു GP ആണ്. ആ GPയുടെ സം എത്രയാണ്? ഒരു GPയുടെ സം a ഇൻറ്റു r റൈസ് ടു n. r റൈസ് ടു n എന്ന് പറയുമ്പോൾ ഇത് 2 റൈസ് ടു 0 തൊട്ടാണ്. അപ്പോൾ 2 റൈസ് ടു 0 2 റൈസ് ടു 1 2 സ്ക്വയർ 2 റൈസ് ടു 100 a ഇൻറ്റു r റൈസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ r മൈനസ് 1 എന്നായി മാറും. മൈനസ് 100 ഇൻറ്റു 100 2 റൈസ് ടു 100 എന്നായി മാറും. നമ്മൾ എഴുതി വരുന്ന മൈനസ് എസ് ആണ്. അല്ലെങ്കിൽ മൈനസ് എസ് ഈസ് ഈക്വൽ ടു 2 റൈസ് ടു 100 മൈനസ് 1 മൈനസ് 100 ഇൻറ്റു 2 റൈസ് ടു 100 എന്നായി മാറും. ഓക്കെ, അതായത് ഇവിടെ ഒരു 2 റൈസ് ടു 100 ഉണ്ട്. ഇവിടെ മൈനസ് 100 2 റൈസ് ടു 100 ഉണ്ട്. അതായത് 99 മൈനസ് 99 2 റൈസ് ടു 100 മൈനസ് 1 എന്നായി മാറും. ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് s ഈസ് ഈക്വൽ ടു 99 ഇൻറ്റു 2 റൈസ് ടു 100 പ്ലസ് 1 എന്നായി മാറും. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ചെയ്ത രീതി ഞാൻ ഒന്നുകൂടെ പറയാം. ചെയ്ത രീതി ഇത്രയാണ്. നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതാതെ ഇനി തൊട്ട് താഴെ എഴുതാം. കാരണം നമ്മൾ എപ്പോഴും കുറയ്ക്കുമ്പോൾ എന്താണ്? പവർ ഒരുപോലുള്ള ടൈമുകൾ തമ്മിൽ കുറയ്ക്കണം. നമ്മൾ പോളിനോമിയൽ തമ്മിൽ കുറയ്ക്കുന്നത് എങ്ങനെയാണ്? പോളിനോമിയൽസ് തമ്മിൽ കുറയ്ക്കുന്ന എക്സ് സ്ക്വയറിന് എക്സ് സ്ക്വയറെ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും എക്സ് സ്ക്വയറിന് എക്സ് ക്യൂബ് കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? പവർ ഒരുപോലുള്ള ടൈം ഒന്നിച്ചങ്ങ് എഴുതുന്നത്. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇവിടെ എഴുതും. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 ഇവിടെ എഴുതും. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതും. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതും. കുറയ്ക്കുമ്പോൾ ഇത് 1 അതുപോലെ 4ൽ നിന്ന് 2 കുറച്ചാൽ 2 ആയി മാറും. 3 2 സ്ക്വയർ നിന്ന് 2 2 സ്ക്വയർ 1 2 സ്ക്വയർ ആയി മാറും. 4 2 ക്യൂബിൽ നിന്ന് 3 2 ക്യൂബ് കുറയ്ക്കുമ്പോൾ 1 2 ക്യൂബായി മാറും. 5 2 റൈസ് ടു 4 നിന്ന് 4 2 റൈസ് ടു പോകുമ്പോൾ ഒരു 2 റൈസ് ടു 4. ഇവിടുന്ന് കുറയ്ക്കുന്ന സമയത്ത് ആര് വരും? 2 റൈസ് ടു 99. ഇവിടെ വരും മൈനസ് 100 റൈസ് ടു 99. ഇതെന്താണ്? ഒരു GP ആണ്. ഒരു GPയുടെ n ടൈമുകളുടെ സം ആണ്. ഫസ്റ്റ് ടൈം എത്രയാണ്? 1 ആണ്. കോമൺ റേഷ്യോ 2 ആണ്. അപ്പോൾ a ഇൻറ്റു r റൈസ് ടു n മൈനസ് 1 ഡിവൈഡ് ബൈ r മൈനസ് 1. ഈ 100 ഇൻറ്റു 2 റൈസ് 100 അതുപോലെ തന്നെ ആയി മാറും.
ഇത് ഒരു ജി പിയുടെ സം. എന്താണ് ഫോർമുല? എ ഇൻറ്റു ആർ ഐസ് ടു എൻ മൈനസ് വൺ ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ എന്ന് പറയുന്ന ഫോം. ഈ ഒരു 100 അതുപോലെ തന്നെ എഴുതി. ഇത് 2 റൈസ് ടു 100 മൈനസ് വൺ, അതുപോലെ ഇത് മൈനസ് 100 2 റൈസ് ടു 100 ആയി മാറും. ഇത് 2 റൈസ് ടു 100 നിന്ന് 100 ഇൻറ്റു 2 റൈസ് ടു 100 കൊടുക്കുമ്പോൾ മൈനസ് 99 ഇൻറ്റു 2 റൈസ് ടു 100 മൈനസ് 1. അതുപോലെ നമ്മളൊരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആര് വരും? 99 2 റൈസ് ടു 100 പ്ലസ് എന്തായി മാറി? 1 ആയി മാറി. അപ്പോൾ ഇതാണ് സം കണ്ടുപിടിക്കുന്ന ഫോർമുല. അപ്പോൾ ഈ സം കണ്ടുപിടിക്കുന്ന ഫോർമുല വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൻ്റെ സം കണ്ടുപിടിക്കുന്നത്. ഒരു 3 തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. 3 തവണ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇത് വ്യക്തമായി അറിഞ്ഞിരിക്കണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിയാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 1/2 പ്ലസ് 3/4 പ്ലസ് 7/8 പ്ലസ് 15/16 എക്സെട്രാ n ടൈംസ്. ആ n ടൈമുകളുടെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാം? 1/2 പ്ലസ് 3/4 പ്ലസ് 7/8 പ്ലസ് എക്സെട്രാ n ടൈംസ് എന്നാണ്. സം ഓഫ് n ടൈംസ് ഓഫ്. അപ്പോൾ നോക്കിയോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 1/2 പ്ലസ് 3/4 പ്ലസ് 7/8 പ്ലസ് 15/16 പ്ലസ് എക്സെട്രാ n ടൈംസ്. ഈ n ടൈമുകളുടെ സം കണ്ടുപിടിക്കണം. ഈ n ടൈമുകളുടെ സം എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഈ പറയുന്ന n ടൈമുകളുടെ സമ്മാണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. അപ്പോൾ അതിൻ്റെ സമ്മിനെ ഞാൻ എസ് എന്ന് നോട്ട് ചെയ്യും. എസ് ഈസ് ഇക്വൽ ടു 1/2 പ്ലസ് 3/4 പ്ലസ് 7/8 പ്ലസ് 15/16 പ്ലസ് എക്സെട്രാ എത്ര ടൈംസ് ഉണ്ട്? n ടൈംസ്. ഈ 1/2നെ ഞാൻ എഴുതും 1 മൈനസ് 1/2 എന്ന് എഴുതാം. 3/4നെ 1 മൈനസ് 1/2ൻ്റെ സ്കോർ 1/4. അടുത്ത 1 മൈനസ് 1/8, ഇത് പ്ലസ് 1 മൈനസ് 1/16 പ്ലസ് എക്സെട്രാ എത്ര ടൈംസ് ഉണ്ട്? പ്ലസ് എക്സെട്രാ n ടൈംസ്. ഓക്കെ, 1 മൈനസ് 1/2 പ്ലസ് 1 മൈനസ് 1/4 പ്ലസ് 1 മൈനസ് 1/8 പ്ലസ് 1 മൈനസ് 1/16 എക്സെട്രാ എത്ര ടൈംസ് ഉണ്ട്? n ടൈംസ്. ഈ n ടൈംസിലെ 1 എല്ലാം കൂട്ടുമ്പോൾ എത്ര ആയി മാറി? n ആയി മാറി. മൈനസ് കോമെടുത്താൽ ബാക്കി ആരും ഒരു 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് എക്സെട്രാ എത്ര ടൈംസ് ആയി മാറി? n ടൈംസ് ആയി മാറി. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം? ദറ്റ് ഈസ് n മൈനസ് എന്ന് വിളിക്കാം. ഇത് എത്ര ടൈമുകളുടെ സമ്മാണ്? ഒരു ജി പി ആണ്. ആ ജി പിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 1/2 ആണ് ഫസ്റ്റ് ടൈം. അതുപോലെ സെക്കൻഡ് ടൈം എന്ന് പറയുമ്പോൾ 1/4 ആണ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഫസ്റ്റ് ടൈം 1/2 ആണ്. കോമൺ റേഷ്യോ എത്ര തന്നെയാണ്? 1/2 ആണ്. അപ്പോൾ ഫോർമുല എന്താ? a ഇൻറ്റു 1 മൈനസ് r റൈസ് ടു n. a ഇൻറ്റു 1 മൈനസ് r റൈസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് r വിച്ച് ഈസ് ഈക്വൽ ടു n. ഈ 1/2 1 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, ക്യാൻസലായി മാറി. മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് n മൈനസ് 1 പ്ലസ് 1/2 ദി ഹോൾ റൈസ് ടു n വിച്ച് ഈസ് ഈക്വൽ ടു n മൈനസ് 1 പ്ലസ് 1/2 റൈസ് ടു n എന്ന് പറഞ്ഞാൽ n മൈനസ് 1 പ്ലസ് 2 റൈസ് ടു മൈനസ് n എന്ന് പറയും അതിൻ്റെ സം കണ്ടുപിടിക്കുന്ന രീതി. അപ്പം ഞാൻ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറയാം. ചെയ്ത കാര്യം എന്ന് പറയുന്ന സമയത്ത് 1/2 പ്ലസ് 3/4 പ്ലസ് 7/8 പ്ലസ് 15/16 പ്ലസ് എക്സെട്രാ n ടൈംസ് ആണ്. നമ്മൾ 1/2 അതുപോലെ എഴുതി. 1/2നെ 1 മൈനസ് 1/2, 3/4നെ 1 മൈനസ് 1/4, 7/8നെ 1 മൈനസ് 1/8, 15/16നെ 1 മൈനസ് 1/16 എന്നെഴുതാം. എക്സെട്രാ എത്ര ടൈംസ് ഉണ്ട്? n ടൈംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര ടൈംസിൽ? n ടൈംസിൽ ആരുണ്ട്? n ഉണ്ട്. സോ യു ക്യാൻ ആഡിങ് ദിസ് 1 n ടൈംസ്. സോ ഇറ്റ് ബിക്കംസ് എത്രയായി മാറി? n ആയി മാറി. n മൈനസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16 പ്ലസ് എക്സെട്രാ എത്ര ടൈംസ് ഉണ്ട്? n ടൈംസ്. ഒരു ജി പി ആണ്. ആ ജി പിയുടെ ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ a ഇൻറ്റു 1 മൈനസ് r റൈസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് r. ഇവ തമ്മിൽ ക്യാൻസലായി മാറി 1 ആയി മാറി. ഈ മൈനസ് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര ആയി മാറി? പ്ലസ് ആയി മാറി. n മൈനസ് 1 പ്ലസ് 1/2 ദി ഹോൾ റൈസ് ടു n എന്നായി മാറും. ആ 2 റൈസ് ടു n മുകളിൽ വരുമ്പോൾ എന്ത് വരും? n മൈനസ് 1 പ്ലസ് 2 റൈസ് ടു മൈനസ് n ആയി മാറും. n മൈനസ് 1 പ്ലസ് 2 റൈസ് ടു മൈനസ് എന്ന് പറയുന്നതാണ് നമ്മുടെ വ്യക്തമായ സം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത രീതി വ്യക്തമായി മനസ്സിലാക്കപ്പെടുക. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതാണ്. If a comma g comma h denote the arithmetic mean, geometric mean and harmonic mean between two unequal positive numbers, then താഴെ പറയുന്ന ഏതാണ് ശരി എന്നാണ് ചോദ്യം. എയും ജിയും എച്ചും എന്ന് പറയുന്ന അരിത്തമെറ്റിക് മീനും ജിയോമെട്രിക് മീനും ഹാർമോണിക് മീനുമാണ്. അങ്ങനെയെങ്കിൽ താഴെ പറയുന്ന ഏത് കണ്ടീഷനാണ് ശരി എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം? എ എന്ന് പറയുന്ന അരിത്തമെറ്റിക് മീനാണ്, ജി എന്ന് പറയുന്ന ജിയോമെട്രിക് മീനാണ്, എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർമോണിക് മീനാണ്. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്ത റിലേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. എയും ബിയും. ഞാൻ പറയാം. ലെറ്റ് എ കോമ ബി കോമ സി ബി ദി നമ്പേഴ്സ്. എയും ബിയും സിയും ആയിരിക്കട്ടെ നമ്മുടെ സംഖ്യകൾ. അങ്ങനെയെങ്കിൽ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എങ്ങനെ? അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആണ്.
ഇനി ഇവ തമ്മിലുള്ള ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ എയും ബിയും സിയും വേണമെന്നില്ല. ലെറ്റ് എ ആൻഡ് ബി ബി ദി നമ്പേഴ്സ് പറയാം. രണ്ട് സംഖ്യകൾ ചേർത്ത് പറയാം. ലെറ്റ് എ കോമ ബി ബി ദി നമ്പേഴ്സ്. അപ്പോൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2. ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തമ്മിലാണ് അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും പറഞ്ഞു പോകുന്നത്. ഒന്നുകിൽ എയും സിയും ആയിരിക്കാം, അല്ലെങ്കിൽ എയും ബിയും ആയിരിക്കാം, അല്ലെങ്കിൽ ബിയും സിയും ഒക്കെ ആയിരിക്കാം. എപ്പോഴും രണ്ട് സംഖ്യകളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഹാർമോണിക് മീനും പറഞ്ഞു പോകുന്നത്. അപ്പോൾ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എഴുതി എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2. ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എഴുതി റൂട്ട് എ ബി. ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല എഴുതി 2ab ഡിവൈഡഡ് ബൈ ആര് വരും? എ പ്ലസ് ബി. അപ്പോൾ ഇനി എയും എച്ചും തമ്മിൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ദെൻ എ ഇൻറ്റു എച്ച്. എയും എച്ചും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആര് വരും? എ ഇൻറ്റു എച്ച് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2. എച്ച് എന്ന് പറഞ്ഞാൽ ആരാണ്? 2ab ഡിവൈഡഡ് ബൈ ആര് വരും? എ പ്ലസ് ബി. എ പ്ലസ് ബി ക്യാൻ ബി ക്യാൻസൽഡ്. 2ab ഡിവൈഡഡ് ബൈ 2 എന്നായി മാറും. അതായത് എ ബി എന്ന് വരും. എ ബി എന്ന് പറഞ്ഞാൽ ആരാണ്? ജി സ്ക്വയർ ആണ്. ജോമെട്രിക് മീൻ്റെ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് എന്ന് വിളിക്കാം ജി സ്ക്വയർ ഈസ് ഈക്വൽ എന്ന് വിളിക്കാം എ എച്ച് എന്ന് എഴുതാം. ദാറ്റ് ഈസ് ജി സ്ക്വയർ ഈക്വൽ ടു എ എച്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ജി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ എച്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, എയും ബിയും ആണ് നമ്മുടെ നമ്പേഴ്സ്. അങ്ങനെയെങ്കിൽ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എ ഈസിക്കൽ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2. ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ജി ഈസിക്കൽ റൂട്ട് എ ബി ആണ്. ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 2ab ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. എയും എച്ചും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ആര് വരും? എയും എച്ചും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2. എച്ച് എന്ന് പറഞ്ഞാൽ 2ab ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ആര് വരും? എ ബി എന്ന് വരും. എ ബി എന്ന് പറഞ്ഞാൽ ആര് വരും? ജി സ്ക്വയർ ഇടും. അപ്പോൾ ജി സ്ക്വയർ ഈക്വൽ ടു എ എച്ച് എന്ന് പറയുന്നതാണ് നമ്മുടെ റിസൾട്ട്. അല്ലെങ്കിൽ എപ്പോഴും ഓർമ്മയിരിക്കുക, ജോമെട്രിക് മീൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹാർമോണിക് മീൻ ഇൻറ്റു എന്താണ്? അരിത്തമെറ്റിക് മീൻ ആയിരിക്കും എന്നർത്ഥം. ജോമെട്രിക് മീൻ ഈസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ ഇൻറ്റു ഹാർമോണിക് മീനാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 4 ക്വസ്റ്റ്യനാണ് ചെയ്ത് കഴിഞ്ഞത്. ഇനി നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ നമ്പർ ഓഫ് ടൈംസ് ഓഫ് ദി എ പി 3, 7, 11, 15 ടു ബി ടേക്കൺ സോ ദാറ്റ് ദി സം ഈസ് എത്രയാണ്? 406. ദി നമ്പർ ഓഫ് ടൈംസ് ഓഫ് ദി എ പി 3, 7, 11, 15 എക്സെട്ര ടു ബി ടേക്കൺ ദാറ്റ് സം ഈസ് ഈക്വൽ ടു 406 എന്നാണ്. 3, 7, 11, 15 എന്ന് പറയുന്ന ടേമുകളുടെ കുറേ ടേമുകൾ എടുക്കുന്നു. അതൊരു എ പിയിലുള്ള ടേമുകളാണ്. അവയുടെ സം എടുക്കുന്ന സമയത്ത് എന്തായി മാറുന്നു? 406 മാറുന്നു. അങ്ങനെയെങ്കിൽ നമ്പർ ഓഫ് ടൈംസ് ആണ് കണ്ടുപിടിക്കപ്പെടേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് ടൈം എ ഈസിക്കൽ എത്രയായി മാറി? 3 ആയി മാറി. കോമൺ ഡിഫറൻസ് ഈസിക്കൽ എത്രയായി മാറി? 4 ആയി മാറി. എത്രയോ ടേമുകളുടെ സം എത്രയായി മാറുന്ന പറഞ്ഞിരിക്കുന്നത്? 406 മാറുന്നു എന്നാണ്. 406 മാറുക എന്ന് പറയുന്ന ഫോർമുല എങ്ങനെയാണ്? n/2 ഇൻറ്റു ആര് വരും? 2a പ്ലസ് n-1 ഇൻറ്റു ഡി ഈസിക്കൽ എത്ര വരും? 406. n/2 എന്ന് പറയുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എത്ര ടേമുകളുടെ സമ്മാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, n എന്ന് പറഞ്ഞാൽ എത്ര വരും? ദാറ്റ് ഈസ് അത് അറിയത്തില്ല. അതുപോലെ തന്നെ 2 ഇൻറ്റു എയുടെ വില എത്ര വരും? 3 വരും. n-1 ഇൻറ്റു ഡിയുടെ വില എത്രയായി മാറി? 4 ഈസ് ഈക്വൽ ടു എത്ര ആയിട്ടും? 406 മാറും. ഇവിടുന്ന് വേണമെങ്കിൽ ഒരു 2 കോമൺ ആയിട്ട് ഇങ്ങ് എടുക്കാം. 2 കോമൺ എടുത്താൽ ആര് വരും? n/2 ഇൻറ്റു 2 കോമൺ ആയിട്ട് ഇങ്ങ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ആര് വരും? 3 പ്ലസ് n-1 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു എത്ര ആയിട്ടും? 406. ഈ 2 × 1 ക്യാൻസലായി മാറി. ബാക്കി ആരുണ്ട്? n ഇൻറ്റു 3 പ്ലസ് 2n-2 എന്നായി മാറും. ഈസ് ഈക്വൽ ടു 406. അല്ലെങ്കിൽ എന്ത് വിളിക്കാം? n ഇൻറ്റു 2n പ്ലസ് 1 ഈസ് ഈക്വൽ എത്രയായി മാറി? 406 മാറും. അപ്പോൾ എത്രയും ടേമുകളുടെ സം എടുക്കുന്ന സമയത്ത്, പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്താണ് 406 മാറുന്നത് എന്നർത്ഥം. എടാ എഴുതിയാൽ മനസ്സിലായോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന ഓപ്ഷനകത്തിൽ ഏത് വില കൊടുക്കുന്ന സമയത്താണ് ഈ പറയുന്ന 406 കിട്ടുന്നത് എന്നാണ് നോക്കണം. തന്നിരിക്കുന്ന ഓപ്ഷനകത്തിൽ എന്നിന് ഏത് വില കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്താൽ, അല്ലെങ്കിൽ ഇത് കോൺട്രാക്റ്റ് ഇക്വേഷനായി മാറും. ഈ കോൺട്രാക്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്ത് എന്നിൻ്റെ വില വേണമെങ്കിലും കണ്ടുപിടിക്കാം. പക്ഷേ അതിനേക്കാട്ടും എളുപ്പമെന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഓപ്ഷനകത്തിൽ ഏത് വില എന്നിന് പുട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഹോൾഡ് ചെയ്യുന്നു എന്ന് നോക്കിയാൽ മതിയാകും. എന്നിന് ഏത് വില കൊടുത്താൽ മതിയാകും? എന്നിന് 14 എന്ന് പറയുന്ന വില കൊടുത്താൽ മതിയാകും. നമ്മൾ താഴെ എഴുതും ബൈ ചെക്കിംഗ് ദി ഓപ്ഷൻസ്. ബൈ ചെക്കിംഗ് ഓപ്ഷൻ പുട്ട് n ഈസിക്കൽ എത്ര വരും? n ഈസിക്കൽ 14. 14 എന്ന് പറയുന്ന വില കൊടുത്തു കഴിഞ്ഞാൽ എന്തായിക്കോളും? ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യപ്പെട്ടോളും. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയിരിക്കുക. പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഏതോ ഒരു എ പി ഉണ്ട്. എ പിയുടെ കുറേ ടേമുകളുടെ സം എടുക്കുന്ന സമയത്ത് അതിൻ്റെ സം എത്രയായി മാറുന്ന പറയാം? എത്രയോ ടേമുകളുടെ സമ്മാണ് ഈ പറയുന്നത്. സം ഈസ് ഈക്വൽ എക്സെട്ര ടു ബി ടേക്കൺ സോ ദാറ്റ് സം ഈസ് ഈക്വൽ ടു എത്രയാണ്? 406 ആണ്. ഈ എ പിയിലെ
എത്ര ടേമുകളുടെ സം എടുക്കുന്ന സമയത്താണ് അത് 406 മാറുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യ ടേം 3 ആണ്, കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. ഞാൻ പറയുന്നു n ടേമുകളുടെ സം ആയിരിക്കട്ടെ 406. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ലെറ്റ് എസ് എൻ ഈസ് ഈക്വൽ ടു 406. ഫോർമുല n/2 × 2a + n - 1 × d ഈസ് ഈക്വൽ ടു 406. 2 × എയുടെ വില 3a + n - 1 × d യുടെ വില എത്ര? 4 ഈസ് ഈക്വൽ ടു 406. n/2 × 2 ഇങ്ങ് വെളിയിലെടുക്കാം. 3 + n - 1 × 2 ഈസ് ഈക്വൽ ടു 406. അപ്പോൾ എന്ത് ചെയ്യും? വരും ഈ 2ൻ്റെ കൂടെ വെട്ടിക്കളയും. അപ്പോൾ എന്ത് വരും? 3 പ്ലസ് എന്ത് വിളിക്കാം? 2n - 2 ഈസ് ഈക്വൽ എത്ര കിട്ടി? 406 എന്നായി മാറും. അപ്പോൾ n × 2n + 1 ഈസ് ഈക്വൽ 406 എന്ന് വരും. അപ്പോൾ എന്താണ്, നമ്മൾ ഓപ്ഷൻസ് ചെക്ക് ചെയ്താൽ മതിയാകും. ഓപ്ഷൻസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്നിൻ്റെ വില 14 ആകുന്ന സമയത്ത് മാത്രമേ ഇത് ശരിയാകുന്നുള്ളൂ. സോ n ഈസ് ഈക്വൽ 14 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് അതിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദി പ്രോഗ്രഷൻ 3, 10, 17 and 63, 65, 67 etc. are such that their nth term are equal, then n is equal to, രണ്ട് സീക്വൻസ് ഉണ്ട്. ആ രണ്ട് സീക്വൻസിലെയും n-ാമത്തെ ടേമുകൾ ഈക്വൽ ആണെങ്കിൽ എന്നിൻ്റെ വില എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ 2 AP ഉണ്ട്. 2 APയുടെയും n-ാമത്തെ ടേമുകൾ ഈക്വൽ ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ആ സീക്വൻസ് അങ്ങ് നമ്മൾ എടുത്തെഴുതുകയാണ്. അതായത് 3, 10, 17 എന്ന് പറയുന്ന ഒരു സീക്വൻസ്. 2 AP ഉണ്ട്, അതായത് 3, 10, 17 എക്സെട്ര എന്ന് പറയുന്ന ഒരു AP ഉണ്ട്. അടുത്ത AP എന്ന് പറയുന്നത് 63, 65, 67, 63, 65, 67 എന്ന് പറയുന്ന മറ്റൊരു AP ഉണ്ട്. ഈ 2 APയുടെ n-ാമത്തെ ടേം കണ്ടുപിടിക്കാം. ഇതിൻ്റെ n-ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ a + n - 1 × d, ഡിയുടെ വില എത്ര? 7, വിച്ച് ഇസ് ഈക്വൽ ടു 3 + 7n - 7 എന്നായി മാറും. അതായത് 7n - 4 എന്നായി മാറും. ഈ APയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ ആദ്യ ടൈം എന്ന് പറഞ്ഞാൽ 63 ആണ്. 63 + n - 1 × d എന്ന് പറഞ്ഞാൽ എത്രയായി മാറി? 2 ആയി മാറി. അതായത് 63 + 2n - 2 എന്നായി മാറി. അതായത് 63 - 2 61 + 2n എന്നായി മാറി. 2 APയുടെ n-ാമത്തെ ടൈം കണ്ടുപിടിച്ചു. ഈ 2 APയുടെ n-ാമത്തെ ടൈം ഈക്വൽ ആണെങ്കിൽ എന്നിൻ്റെ വില എത്രയാണ് എന്നാണ് ചോദ്യം, അല്ലേ? ബൈ ക്വസ്റ്റ്യൻ എന്ത് വിളിക്കാം? ബൈ ക്വസ്റ്റ്യൻ ഇവ തമ്മിൽ ഈക്വൽ ആണ് എന്ന് ഞാൻ അങ്ങ് എടുക്കുന്നു. 7n - 4 = 61 + 2n എന്നായി മാറി. അതായത് 5n ഈസ് ഈക്വൽ, അതിപ്പുറത്ത് വരുമ്പോൾ 7n - 2n എന്ന് പറഞ്ഞാൽ 5n ആയി മാറി. ഈ 4 അപ്പുറത്ത് പോകുമ്പോൾ എത്ര ആയി മാറി? 65 ആയി മാറി. n ഈസ് ഈക്വൽ എത്ര കിട്ടും? 65/5 എന്ന് വരും. 65/5 എന്ന് പറയുമ്പോൾ 13 ആണ്. 13 × 5 ആണ് എന്താണ്? 65 ആയി മാറുന്നത്. അപ്പോൾ ഇതാണ് ചെയ്യുന്ന രീതി. അപ്പോൾ ചെയ്ത രീതി ഓർമ്മയിരിക്കുക. 2 AP ഉണ്ട്. 2 APയുടെ n-ാമത്തെ ടൈം കണ്ടുപിടിക്കുക. ആ 2 APയുടെ n-ാമത്തെ ടൈം എന്താണ്? ഈക്വൽ ആണ് എന്ന് പറയാം. അപ്പോൾ 7n - 4 = 61 + 2n ആയി മാറി. അങ്ങനെ എന്നിൻ്റെ വില കണ്ടുപിടിക്കുന്നു. ചെയ്ത രീതി മനസ്സിലായല്ലോ. 2 AP ഉണ്ട്. 2 APയുടെയും n-ാമത്തെ ടൈം എന്തായി മാറി? ഈക്വൽ ആയി മാറി. n-ാമത്തെ ടൈം ഈക്വൽ ആണെങ്കിൽ എന്നിൻ്റെ വില എത്രയാണ് എന്നാണ് ചോദ്യം. നമ്മൾ n-ാമത്തെ ടൈം കണ്ടുപിടിച്ചു, അത് ഈക്വൽ ആണെന്ന് പറഞ്ഞെടുത്തു, എന്നിൻ്റെ വില കണ്ടെത്തി. അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യുന്ന രീതി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് നമ്മുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതും ചെയ്ത രീതി ഓർമ്മയിരിക്കുക. ഓക്കെ, അടുത്തത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് വായിച്ചേ. If the nth term of the geometric progression 5 - 5/2, 5/8 etc. is 5 divided by 1024, then the value of n is എത്രയാണ്? 5 - 5/2 പോസിറ്റീവ് 5/8 etc. is 5 divided by 1024 എന്നാണ്. അപ്പോൾ ശ്രദ്ധിച്ചോ, ഏതൊരു GP ഉണ്ട്. 5 ആദ്യ ടൈം 5 ആണ്. അടുത്ത ടൈം -5/2. അടുത്ത 5/5 -5/2 5/8. 5/8 അല്ല, 5/4 ആണ് കേട്ടോ. അപ്പോൾ ആദ്യം ഏതൊരു GP -5 -5/2 5/4, അടുത്ത -5 എക്സെട്ര. ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 5/1024 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് ടൈം n-ാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ 5/1024 ആണ്. അങ്ങനെയെങ്കിൽ ആ GPയുടെ എത്രാമത്തെ ടൈമാണ് 5 divided by 1024 എന്നാണ് ചോദ്യം. ഒന്നുകൂടെ ഞാൻ പറയാം. ഏതോ ഒരു GP, ആ GPയുടെ 5 - 5/2, അടുത്ത പോസിറ്റീവ് 5/4, അടുത്ത വീണ്ടും -5/8 എന്ന് പറയുന്ന GPയുടെ ഏതോ ഒരു ടൈമാണ് 5/1024 എന്ന് പറയുന്നത്. ചോദ്യം ഇതാണ്, അങ്ങനെയെങ്കിൽ എത്രാമത്തെ ടൈമാണ്, അല്ലെങ്കിൽ ആ GPയുടെ എത്രാമത്തെ ടൈമാണ് 5 divided by 1024 എന്നാണ് ചോദ്യം. ആ GPയുടെ എത്രാമത്തെ ടൈമാണ് 5 divided by 1024 എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആദ്യ ടൈം എന്ന് പറഞ്ഞാൽ 5 ആണ്. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ -1/2 ആണ്.
കാരണം 5നെ -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് -5/2. വീണ്ടും അതിനെ -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 5/4. വീണ്ടും അതിനെ -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്താണ് -5/8 വരുന്നത്. അപ്പോൾ a = 5, കോമൺ റേഷ്യോ = -1/2. നമ്മളോട് ചോദിക്കുന്നത് എത്രാമത്തെ ടൈമാണ് 5/1024 എന്നാണ് ചോദ്യം. ഞാൻ പറയുന്നു എന്നാമത്തെ ടൈം ആയിരിക്കട്ടെ 5/1024. ലെറ്റ് an = 5/1024 എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഫോർമുല ദാറ്റ് ഈസ് എന്നാമത്തെ ടൈമിൻ്റെ ഫോർമുല a × r⁻n - 1 = 5/1024. a എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 × r-ൻ്റെ വില എത്ര? -1/2 raised to n = 5/1024. അതായത് a × -1/2 raised to n = 5 × 1/1024 എന്നർത്ഥം. ഇത് തമ്മിൽ ക്യാൻസലായി മാറി. -1/2 raised to n = ഇതിനെ എന്ത് വിളിക്കാം? 1/2 raised to 10 എന്ന് വിളിക്കാം. അല്ലെങ്കിൽ -1/2 raised to n = ഇതിനെ എന്ത് വിളിക്കാം? -1/2 raised to 10. കാരണം 10 ഒരു ഈവൻ സംഖ്യയാണ്. ബേസ് ഒരുപോലെ ആക്കിയാൽ മാത്രമേ പവർ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. n-1 ഉണ്ട്. n-1 = അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഈ 1/2 raised to 10നെ -1/2 raised to 10 എന്ന് എഴുതിയ. കാരണം മുകളിൽ വരുന്ന ഒരു ഈവൻ സംഖ്യയാണ്. മൈനസ് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ പവർ തമ്മിൽ ഒരു ബേസ് ഒരുപോലാണെങ്കിൽ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ n-1 = എത്രയായി മാറി? 10 ആയി മാറി. n = എത്ര കിട്ടും? 10 + 1 എത്രയായി മാറി? 11. ഇതാണ് അതിൻ്റെ ആൻസർ. ഇപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ഏതോ ഒരു ജി പി ഉണ്ട്. ആ ജി പിയുടെ എത്രാമത്തെ ടൈമാണ് 5/1024 എന്നാണ് ചോദ്യം. ആദ്യ ടൈം 5 ആണ്. കോമൺ റേഷ്യോ എന്ന് പറയുന്നത് -1/2 ആണ്. കാരണം 5നെ -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -5/2. -5/2നെ വീണ്ടും -1/2 കൊണ്ട് മൾട്ടിപ്ലൈ 5/4. വീണ്ടും -1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -5/8. അപ്പോൾ ആദ്യ ടൈം എന്ന് പറഞ്ഞാൽ 5 ആണ്. കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ -1/2. നമ്മളോട് ചോദിച്ചേക്കുന്നത് എത്രാമത്തെ ടൈമാണ് 5/1024 എന്നാണ് ചോദ്യം. അപ്പോൾ ഈ എന്നാമത്തെ ടൈമിൻ്റെ ഫോർമുലയാണ് a × r⁻n - 1 = 5/1024. a എന്ന് പറഞ്ഞാൽ 5 ആണ്. r എന്ന് പറഞ്ഞാൽ -1/2 raised to n - 1. രണ്ട് സൈഡിൽ നിന്ന് എന്തെങ്കിലും 5 ക്യാൻസലായി മാറി. -1/2 raised to n - 1 = 1/2 raised to 10 എന്നായി മാറും. അല്ലെങ്കിൽ -1/2 raised to n - 1 = -1/2 10 എന്ന് എഴുതാം. ബേസ് ഒരുപോലാണെങ്കിൽ എന്ത് ചെയ്യാം? പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ബേസ് ഒരുപോലാണെങ്കിൽ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അതായത് n-1 = എത്രയായി മാറി? 10. n = എത്രയായി മാറി? 11 എന്നായി മാറും. സോ ദി ആൻസർ ഈസ് എത്രയായി മാറി? 11. അപ്പോൾ n = 11 എന്ന് പറയുന്നതാണ് അതിൻ്റെ കൃത്യമായ ആൻസർ. അടുത്ത ചോദ്യം. അപ്പോൾ നമ്മൾ ഇപ്പം അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ 5 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ 6ാമത്തെ ക്വസ്റ്റിലേക്കാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. if ABC respectively are the pth, qth and rth terms of an AP, then APL determine APL, BQL, CRL is equal to എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ നോക്കിയോ, ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞുതരാം. എയും ബിയും സിയും എന്ന് പറയുന്നത് ഒരു എ പിയുടെ പീത്തും ക്യൂത്തും ആർത്തും ടൈമാണെങ്കിൽ ഡിറ്റർമൻ്റ് APL, BQRS പിന്നെ L അല്ലേ, അതെത്ര വരും എന്നാണ് ചോദ്യം. എടാ ചെയ്യുന്ന രീതി നോക്കിയോ. എ എന്ന് പറഞ്ഞാൽ എ പിയുടെ പീത്ത് ടൈമാണ്. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്ത് വിളിക്കാം? A + P - 1 × D = എന്ന് വിളിക്കാം. ഒരു എ പിയുടെ പീത്ത് ടൈമാണ് എ എന്ന് പറഞ്ഞാൽ A + P - 1 D. ഒരു എ പിയുടെ എന്നാമത്തെ ടൈമിനെ നമ്മൾ വിളിക്കുന്ന ഫോർമുല എന്ന് പറഞ്ഞാൽ A + n - 1 D. അപ്പോൾ പീത്ത് ടൈം എന്തായി മാറി? A + P - 1 D. അതുപോലെ ക്യൂത്ത് ടൈം എത്ര ആയി മാറി? A + Q - 1 × D എന്ന് പറഞ്ഞാൽ ക്യൂത്ത് ടൈമാണ്. അതെത്രയാണ്? B ആണ്. ഒരു എ പിയുടെ ആർത്ത് ടൈം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് C ആണ്. അപ്പോൾ A + R - 1 × D = എത്ര വരും? C എന്ന് എഴുതാം. നമുക്ക് ഡിറ്റർമൻ്റ് കണ്ടുപിടിക്കേണ്ട APL, ഡിറ്റർമൻ്റ് APL, BQL, CRL ആണ് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു എക്ക് പകരം നമുക്ക് എന്ത് വിളിക്കാം? എക്ക് പകരം A + P - 1 × D എന്ന് എഴുതാം. ഇത് A + Q - 1 × D എന്ന് എഴുതാം. ഇത് സിക്ക് പകരം A + R - 1 × D. സെക്കൻഡ് ടേമിന് വ്യത്യാസമൊന്നുമില്ല. അതുപോലെ PQRും ഇത് L എന്നാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഡിറ്റർമിനെ സംബന്ധിച്ച് പറയുമ്പോൾ നോക്കിയാൽ ഈ രണ്ട് റോസ് എന്തായി മാറും? പ്രൊപ്പോഷലായിട്ട് മാറും. ഈ രണ്ട് റോസ് പ്രൊപ്പോഷൽ ആകുന്നത് കൊണ്ട് ആ ഡിറ്റർമിൻ്റെ വില എല്ലായ്പ്പോഴും എത്രയായി മാറും? ഈ രണ്ട് റോസ് പ്രൊപ്പോഷൽ ആയതുകൊണ്ട് ആ ഡിറ്റർമിൻ്റെ വില എല്ലായ്പ്പോഴും എത്രയായി മാറി? റോസ് അല്ല, കോളംസ് പ്രൊപ്പോഷൽ ആയതുകൊണ്ട് അതിൻ്റെ വില എത്രയായി മാറി? 0 ആയി മാറി. സോ ദിസ് ഡിറ്റർമിൻ്റ് വാല്യൂ ഈസ് ഈക്വൽ എത്രയായി മാറി? 0 ആയി മാറും. അപ്പം ദിസ് ഡിറ്റർമിൻ്റ് ഈസ് ഈക്വൽ അതിൻ്റെ വില വരുന്നത് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. കാരണം ഡിറ്റർമിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് പറയുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും റോ കംപ്ലീറ്റോ അല്ലെങ്കിൽ കോളം കംപ്ലീറ്റോ അല്ലെങ്കിൽ 2 റോസോ 2 കോളംസോ
പ്രൊപ്പോഷലായി കഴിഞ്ഞാൽ ആ ഡിറ്റർമിൻ്റെ വില 0 ആയി മാറി. അപ്പോൾ ഈ രണ്ട് കോളംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം എന്ന് പറയുന്നത് പ്രൊപ്പോഷലാണ്. കാരണം ഇതിനെ 1 കൊണ്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് എ ഒക്കെ കുറച്ച് കളയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് പറയുന്നത് ഇതിനെ ഒരു 1 സബ്ട്രാക്ട് ചെയ്തതിനു ശേഷം ഒരു ഡി കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ഈ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും ഫസ്റ്റ് കോളവും ഒരുപോലായി മാറും. സോ ദി വാല്യൂസ് എത്രയായി മാറി? 0 ആയി മാറി. സോ എന്ത് വിളിക്കാം? ദി ആൻസർ ഈസ് എത്ര കിട്ടും? 0. നമ്മുടെ ഓപ്ഷൻ പറയുന്നത് ഏതാണ്? 0 എന്ന് വരും. 0 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ദി സം ഓഫ് ഇൻഫിനിറ്റ് ടേംസ് ഓഫ് ദി ജോമെട്രിക് പ്രോഗ്രഷൻ √2 + 1 ഡിവൈഡഡ് ബൈ √2 - 1 1 ഡിവൈഡഡ് ബൈ 2 - √2 അടുത്ത 1/2 എക്സെട്ര ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. സം ഓഫ് ഇൻഫിനിറ്റ് ടേംസ് ഓഫ് ദി ജോമെട്രിക് പ്രോഗ്രഷൻ. ആ ജോമെട്രിക് പ്രോഗ്രഷൻ്റെ ഇൻഫിനിറ്റ് ടേമുകളുടെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതപ്പോൾ എങ്ങനെ ചെയ്യാം? ഈ ജീപ്പയുടെ ഇൻഫിനിറ്റ് ടേമുകളുടെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഫസ്റ്റ് ടൈം നമുക്ക് എഴുതാം. എ ഈസിക്കൽ ആരാണ്? √2 + 1 ഡിവൈഡഡ് ബൈ √2 - 1. കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ 1 ഡിവൈഡഡ് ബൈ 2 + √2 ആയി മാറും. ശരിയാണല്ലോ? കോമൺ റേഷ്യോ എന്ന് പറയുന്ന സമയത്ത് 1 ഡിവൈഡഡ് ബൈ 2 + √2 എന്നായി മാറും. വേണമെങ്കിൽ അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് കോമൺ റേഷ്യോ കിട്ടുന്നത് എങ്ങനെയാണ്? സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ തേർഡ് ടേമിനെ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കോമൺ റേഷ്യോ ഇങ്ങനായി മാറും. അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. 2 - √2 ഡിവൈഡഡ് ബൈ ആര് വരും? 2 എന്ന് എഴുതാം. സം ഓഫ് ഇൻഫിനിറ്റ് ടൈംസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല a/1 - r ആണ്. എ എന്ന് പറഞ്ഞാൽ √2 + 1 ഡിവൈഡഡ് ബൈ √2 - 1 ഡിവൈഡഡ് ബൈ 1 - r എന്ന് പറഞ്ഞാൽ 2 - √2 ഡിവൈഡഡ് ബൈ ആര് വരും? 2 എന്നായി മാറും. 1 - r which is equal to √2 + 1 ഡിവൈഡഡ് ബൈ √2 - 1 ഡിവൈഡഡ് ബൈ ആര് വരും? √2/2 എന്നായി മാറും. which is equal to √2 + 1 ഡിവൈഡഡ് ബൈ √2 - 1 ഇൻറ്റു അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആര് വരും? വേണം ഇവിടെ ഒരു സ്റ്റെപ്പ് കുറയ്ക്കാം. ഇവിടെ സ്റ്റെപ്പ് കുറയ്ക്കുമ്പോൾ ഇങ്ങനെ എഴുതാം. 2 + √2 ഡിവൈഡഡ് ബൈ √2 - 1 ഇൻറ്റു √2 + 1 ഡിവൈഡഡ് ബൈ ആര് വരും? √2 + 1 which is equal to √2 ഇൻറ്റു √2 + 1 ദി ഹോൾ സ്ക്വയർ എന്നായി മാറും. ഇതാണ് ഒരു ഇൻഫിനിറ്റ് ജിപിയുടെ സം കണ്ടുപിടിച്ച രീതി. അതായത് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. √2 + 1 ഡിവൈഡ് ബൈ √2 - 1 1 ഡിവൈഡഡ് ബൈ 2 - √2 അടുത്ത 1/2. അപ്പോൾ ഇവിടെ നമ്മൾ കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി സെക്കൻഡ് ടേമിനെ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുക. സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടൈം വെച്ച് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ തേർഡ് ടേമിനെ എന്ത് ചെയ്താൽ മതി? സെക്കൻഡ് ടൈം വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ കോമൺ റേഷ്യോ കണ്ടുപിടിച്ചത് തേർഡ് ടേമിനെ സെക്കൻഡ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം കോംപ്ലിക്കേഷൻ, അതായത് റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ വരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ചെയ്തത് തേർഡ് ടേമിനെ സെക്കൻഡ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ കോമൺ റേഷ്യോ കിട്ടും. ഇത് ഒരു ഇൻഫിനിറ്റ് ജിപിയുടെ സമ്മാണ്. ഫോർമുല അറിയാം. a/1 - r. വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സ്റ്റെപ്പ് 1-2 സ്റ്റെപ്പുകൾ ഞാൻ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓർമ്മയിരിക്കുക. നിങ്ങൾ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൽ മതി. ഇവിടെയൊക്കെ ഞാൻ 1 കണ്ടുപിടിക്കുന്നതും അതിൻ്റെ ചെയ്തേക്കുന്ന ഈ സ്റ്റെപ്പൊക്കെ ഞാൻ 1-2 സ്റ്റെപ്പ് കട്ട് ചെയ്തായിരിക്കുന്നത്. 2 + √2ൻ്റെ കോഞ്ചുഗേറ്റ് ആയ 2 - √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 - √2 ഡിവൈഡ് ബൈ 4 - 2 എന്നൊക്കെ ആയിരിക്കും. 4 - 2 ഒക്കെയാണ് എഴുതിയിരിക്കുന്നത് 2. അങ്ങനെ 1-2 സ്റ്റെപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ സം ഓഫ് ഇൻഫിനിറ്റ് ടേംസ് കണ്ടുപിടിക്കാൻ a/1 - r. അപ്പോൾ ഇതാണ് ഫോർമുല. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതാണ് 1 + 2 ഡിവൈഡഡ് ബൈ 2 + 1 + 2 + 3 ഡിവൈഡഡ് ബൈ 3 എക്സെട്ര n ടേംസ് ഈസ് s. ദെൻ s ഈസ് ഈക്വൽ ടു എത്രയാണ് എന്നാണ് ചോദ്യം. ഏതൊരു സീക്വൻസ് ഉണ്ടായ സീക്വൻസിൻ്റെ n ടേമുകളുടെ സമ്മിനെ നമ്മൾ വിളിച്ച പേരാണ് s. അങ്ങനെയെങ്കിൽ എസിൻ്റെ വില എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ അതൊന്ന് ചെയ്ത് കാണിക്കാം. ആദ്യമായി s കണ്ടുപിടിക്കുന്നതിന് അതിൽ n-ാമത്തെ ടേം കണ്ടുപിടിക്കാം. നമ്മുടെ സീക്വൻസ് ഞാനൊന്ന് എഴുതി കാണിക്കാം. സീക്വൻസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? s ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. s ഈസ് ഈക്വൽ ടു 1 + 1 + 2 ഡിവൈഡഡ് ബൈ 2 1 + 1 + 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 + 2 + 3 ഡിവൈഡഡ് ബൈ 3 പ്ലസ് എക്സെട്ര എത്ര ടേംസ് ഉണ്ട്? എക്സെട്ര പ്ലസ് n ടേംസ്. അപ്പോൾ ഇതിൽ n-ാമത്തെ ടേം കണ്ടുപിടിക്കുക. n-ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 1 + 2 + 3 പ്ലസ് എക്സെട്ര പ്ലസ് n ഡിവൈഡഡ് ബൈ ആര് വരും? n. ഫോർമുല അറിയാം. n × n + 1 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ n. ഇത് തമ്മിൽ വെട്ടിക്കളയുന്ന സമയത്ത് ആര് വരും? n + 1 ഡിവൈഡഡ് ബൈ 2 എന്നായി മാറും. ആൻസർ എന്ന് അതെ ഇതിൻ്റെ n-ാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ n + 1 ഡിവൈഡഡ് ബൈ 2 ആണ്. an എന്ന് പറഞ്ഞാൽ എന്താണ്? n + 1 ഡിവൈഡഡ് ബൈ 2 ആണ് കിട്ടുന്നത്. എനിക്ക് s കണ്ടുപിടിക്കണം. s കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ s ഈസ് ഈക്വൽ ടു സിഗ്മ n ഈസ് ഈക്വൽ ടു 1 to n an എന്ന് പറഞ്ഞാൽ ആര് വരും? സിഗ്മ n ഈസ് ഈക്വൽ ടു 1 to n. എൻ്റെ വില എത്ര? n + 1 ഡിവൈഡഡ് ബൈ 2. 2 എന്ന് പറഞ്ഞാൽ 1/2 കോമൺ ആയിട്ട് ഇങ്ങനെ എടുക്കാം. which is equal to 1/2 ഇൻറ്റു ഇതെന്തായി മാറി? സിഗ്മ n ഈസ് ഈക്വൽ ടു 1 to n. n + 1 എന്ന് പറയുമ്പോൾ n 1 കൊടുത്ത് എന്ത് വരും? 1 + 2 + 3 പ്ലസ് എക്സെട്ര പ്ലസ് n പ്ലസ് എന്ത് വിളിക്കാം?
1 is adding n times. 1 is adding n times. അപ്പോൾ ഇത് എത്രയായി മാറി? 1/2 ഇൻറ്റു ആദ്യത്തെ n ടേമുകളുടെ സം n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് എന്താണ് n എന്നായി മാറും. n ഈസ് ആഡിങ് 1 ഈസ് ആഡിങ് n ടൈംസ് ഇറ്റ് ബിക്കംസ് എത്രയായി മാറി? n ആയി മാറി. അപ്പോൾ അത് ഓർമ്മയിരിക്കുക. ഇനി നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആരും വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 പ്ലസ് 2n ഡിവൈഡഡ് ബൈ ആര് വരും? 2 വരും. അതായത് n സ്ക്വയർ പ്ലസ് വേണമെങ്കിൽ n കോമൺ ആയിട്ട് ഇങ്ങനെ എടുക്കുക. n കോമൺ എടുക്കുമ്പോൾ ആര് വരും? n പ്ലസ് 1 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ n പ്ലസ് 3 ഡിവൈഡഡ് ബൈ ആര് വരും? 4. n ഇൻറ്റു n പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഈ സീക്വൻസിലെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യ ടേം എന്ന് പറഞ്ഞാൽ 1 ആണ്, രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2 ഡിവൈഡ് ബൈ 2, മൂന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 ആണ്. നമ്മൾ എന്ത് ചെയ്തു? ആ സീരീസിൻ്റെ എന്നാമത്തെ ടേം കണ്ടുപിടിക്കുന്നു. എന്നാമത്തെ ടേം എന്ന് പറയുമ്പോൾ ആര് വരും? 1 പ്ലസ് 2 പ്ലസ് 3 ഡിവൈഡഡ് ബൈ പ്ലസ് എക്സെട്ര n ഡിവൈഡഡ് ബൈ n. എന്നാമത്തെ ടേം എന്ന് വെച്ചാൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n ഡിവൈഡഡ് ബൈ n. മുകളിൽ എഴുതിയേക്കുന്ന ആദ്യത്തെ n ടേമുകളുടെ സമ്മാണ്. ഫോർമുല n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ബൈ n എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് ഈ എന്നിനോട് ക്യാൻസലായി മാറി n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന്. ആദ്യം ആ സീക്വൻസ്, ഏത് സീക്വൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും സം കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ആ സീക്വൻസിൻ്റെ എന്നാമത്തെ ടേം കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സിഗ്മ n ഈസിക്കൽ ടു 1 to n n, ദറ്റ് ഈസ് 1/2 കോമൺ എടുത്തു. സിഗ്മ n ഈസിക്കൽ ടു 1 to n n പ്ലസ് 1 എന്നായി മാറി. 1/2 കോമൺ ആയിട്ട് ഇങ്ങനെ എടുത്താൽ ബാക്കി ആര് വരും? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര n പ്ലസ് എന്താണ്? 1 ഈസ് ആഡിങ് n ടൈംസ് ആവും. സിഗ്മ n ഈസിക്കൽ ടു 1 to n 1 എന്ന് പറഞ്ഞാൽ 1 ഈസ് ആഡിങ് n ടൈംസ്. സോ ഇറ്റ് ബിക്കംസ് 1/2 ഇൻറ്റു ആദ്യത്തെ n ടേമുകളുടെ സം n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 ഈസ് ആഡിങ് n ടൈംസ് എന്ന് പറയുമ്പോൾ 1 n തവണ കൂട്ടിക്കഴിഞ്ഞാൽ അതിയുടെ വില എത്രയാണ്? n ആണ്. 1/2 കോമൺ ആയിട്ട് ഇങ്ങനെ എടുക്കുക. എൽസിയം എടുത്ത് കഴിയുമ്പോൾ n ഇൻറ്റു n പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ഇതാണ് നമ്മുടെ റിസൾട്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദി തേർഡ് ടേം ഓഫ് എ ജി പി ഈസ് പി, ദെൻ ദി പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി ജി പി ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. ദി തേർഡ് ടേം ഓഫ് എ ജി പി ഈസ് പി, ദെൻ ദി പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി ജി പി. അപ്പോൾ നോക്കിയാൽ തേർഡ് ടേം ഓഫ് എ ജി പി എന്ന് പറഞ്ഞാൽ എത്രയാണ്? പി ആണ്. തേർഡ് ടേം എത്ര എന്ന് പറയുന്നുണ്ട്? പി ആണ് എന്ന് പറയുന്നു. തേർഡ് ടേം പി ആകുമ്പോൾ എ ആർ സ്ക്വയർ ഈസിക്കൽ എത്ര ആയി മാറി? പി ആയി മാറി. അങ്ങനെയെങ്കിൽ ദെൻ ദി പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ്, ദെൻ ദി പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ് ഈക്വൽ ടു ആദ്യത്തെ 5 ടേമുകളുടെ സം. ദെൻ ദി പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആരാണ്? A1 ഇൻറ്റു A2 ഇൻറ്റു A3 ഇൻറ്റു A4 ഇൻറ്റു A5 വിച്ച് ഇസ് ഈക്വൽ ടു A1 മീൻസ് എ ആണ്, സെക്കൻഡ് ടൈം AR ആണ്, തേർഡ് ടൈം AR സ്ക്വയർ ആണ്, ഫോർത്ത് ടൈം AR ക്യൂബ് ആണ്, ഫിഫ്ത്ത് ടൈം AR റൈസ് ടു 4 ആണ്. ആദ്യത്തെ 5 ടേമുകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ദി പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈസ് ഈക്വൽ ടു A1 മീൻസ് എ ആണ്, സെക്കൻഡ് ടൈം എന്ന് പറയുമ്പോൾ AR, തേർഡ് ടൈം മീൻസ് AR സ്ക്വയർ, ഫോർത്ത് ടൈം AR ക്യൂബ്, ഫിഫ്ത്ത് ടൈം AR റൈസ് ടു 4. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആര് വരും? A റൈസ് ടു 5. R റൈസ് ടു എന്തൊരു 2 1 3 3 3 6 4 10 എന്നായി മാറും. വിച്ച് ഇസ് ഈക്വൽ ടു AR റൈസ് ടു AR സ്ക്വയർ ദി ഹോൾ റൈസ് ടു 5 എന്നെഴുതാം. ഓക്കെ, എഴുതിയാൽ മനസ്സിലായോ? ദി തേർഡ് ടൈം ഓഫ് ജി പി പി എന്ന് പറഞ്ഞാൽ ഫോർമുലയാണ്. ഒരു ജി പിയുടെ എന്നാമത്തെ ടൈം കണ്ടുപിടിക്കുന്ന ഫോർമുല AR റൈസ് ടു n മൈനസ് 1 ആണ്. എന്ന് പറഞ്ഞാൽ AR റൈസ് ടു 3 മൈനസ് 1 എന്ന് വെച്ചാൽ AR സ്ക്വയർ ഈസ് ഈക്വൽ ടു പി. ദി പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് ആ ജി പിയുടെ ആദ്യത്തെ 5 ടേമുകളുടെ പ്രോഡക്റ്റ്. ജി പിയുടെ ടേമുകൾ എങ്ങനെയാണ്? AR സ്ക്വയർ, AR ക്യൂബ്, AR റൈസ് ടു 4. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരും A റൈസ് ടു 5. ഇത് എത്രയായി മാറി? R റൈസ് ടു 10 എന്നായി മാറും. ഇതിനെ എന്ത് വിളിക്കാം? AR സ്ക്വയർ ദി ഹോൾ റൈസ് ടു 5 എന്നായി മാറും. AR സ്ക്വയർ മീൻസ് എന്താണ്? പി ആണ്. ദാറ്റ് ഈസ് വിച്ച് ഇസ് ഈക്വൽ ടു ആര് വരും? പി റൈസ് ടു ആര് വരും? പി റൈസ് ടു 5 എന്നായി മാറും. പി റൈസ് ടു 5 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പി റൈസ് ടു 5 ഈസ് ദി റൈറ്റ് ആൻസർ. പി റൈസ് ടു 5 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ അത് ചെയ്ത കാര്യം ഓർമ്മയിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ഇതാണ് ദി സം ഓഫ് n ടേംസ് ഓഫ് ദി ജി പി 1/3 പ്ലസ് 10/9 അല്ലേ? ദി സം ഓഫ് n ടേംസ് ഓഫ് ദി ജി പി 4/3 പ്ലസ് 10/9 പ്ലസ് 28/7 എക്സെട്ര n ടേംസ് എന്ന ഈ പറയുന്ന സീരീസിൻ്റെ n ടേമുകളുടെ സം 4/3 പ്ലസ് 10/9 പ്ലസ് 28/7 എക്സെട്ര n ടേമുകളുടെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യാം? ദി സം ഓഫ് n ടേംസ് ഓഫ് ദി സീരീസ്, ദി സം ഓഫ് n ടേംസ് ഓഫ് ദി സീരീസ് 4/3 പ്ലസ് 10/9 പ്ലസ് 28/7 പ്ലസ് എക്സെട്ര n ടേംസ്. 4/3 പ്ലസ് 10/9 പ്ലസ് 28/7 പ്ലസ് എക്സെട്ര n ടേംസ്.
അപ്പോൾ ഇതിനെ 4/3 എന്ന് വിളിക്കാമെന്നറിയാം, 1+1/3 എന്ന് വിളിക്കാം. ഇത് 1+1/3² എന്ന് വിളിക്കാം, പ്ലസ് 1+1/3³ എന്ന് വിളിക്കാം, എക്സെട്ര. എത്ര ടേംസ് ഉണ്ട്? എക്സെട്ര n ടേംസ്. ഇതിനകത്തിലെ എല്ലാ ടേമിനകത്തും 1 കൂട്ടുന്നുണ്ട്, എല്ലാ ടേമിനകത്തും 1 ഉണ്ട്. 1 ഈസ് ആഡിങ് n ടൈംസ്. സോ ഇറ്റ് ബിക്കംസ് എത്ര ആയി മാറി? n ആയി മാറും. n പ്ലസ് എന്ത് ചെയ്യും? ബാക്കി 1/3 പ്ലസ് 1/3² പ്ലസ് 1/3³ പ്ലസ് എക്സെട്ര. എത്ര ടേം? n ടേംസ്, വിച്ച് ഇസ് ഈക്വൽ ടു n പ്ലസ് എന്ത് വിളിക്കാം? ഫോർമുല a ഇൻറ്റു 1 മൈനസ് r റൈസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് r എന്നായി മാറും, വിച്ച് ഇസ് ഈക്വൽ ടു n പ്ലസ് 1/3 ഇൻറ്റു 1 മൈനസ് 1/3 റൈസ് ടു n ഡിവൈഡഡ് ബൈ ആര് വരും? 2/3. ഈ 3 ഇത്രയും ക്യാൻസലായി മാറി. ബാക്കി ആര് വരും? n പ്ലസ് 1 മൈനസ് 3 റൈസ് ടു മൈനസ് n എന്നായി മാറും. അല്ല 2/3 അല്ലേ? 2/3 ആകുന്ന സമയത്ത് ഇവിടെ LCM എടുക്കേണ്ടി വരും. 2/3 വരത്തുള്ളൂ. അപ്പോൾ നോക്കിയ ആൻസർ 1 പ്ലസ് 1 മൈനസ് 1/3 റൈസ് ടു n ഡിവൈഡഡ് ബൈ 2 എന്നായി മാറും. 2 LCM എടുക്കുമ്പോൾ ആര് വരും? 2n പ്ലസ് 1 മൈനസ് 1/3 അല്ലെ 3 റൈസ് ടു മൈനസ് n ഡിവൈഡഡ് ബൈ ആര് വരും? 2. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഇതാണ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്ഷൻ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? വിച്ച് ഇസ് ഈക്വൽ ടു 3 റൈസ് ടു n ഇൻറ്റു 2n പ്ലസ് 1, 3 റൈസ് ടു n ഇൻറ്റു 2n പ്ലസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 റൈസ് ടു n. ഇവിടെ ഈ 1/3 റൈസ് ടു മൈനസ് n 1/3 റൈസ് ടു n ഇട്ടിട്ട് 3 റൈസ് ടു n LCM എടുത്താണ്. 3 റൈസ് ടു n ഇൻറ്റു 2n പ്ലസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 റൈസ് ടു n. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ആ സീരീസിൻ്റെ സം കണ്ടുപിടിക്കുന്ന രീതി. ഈ സീരീസിൻ്റെ സം കണ്ടുപിടിക്കാൻ 4/3 പ്ലസ് 10/9 പ്ലസ് 28/7 പ്ലസ് എക്സെട്ര n ടൈംസ് ആണ്. 28/7 എക്സെട്ര. അപ്പോൾ നമ്മൾ ചെയ്ത രീതി 4/3 1 പ്ലസ് 1/3 രീതി. മറ്റേത് 10/9 എന്ന് പറയുന്ന സമയത്ത് 1 പ്ലസ് അടുത്ത 27. ഇവിടെ 28/27 ആണ് കേട്ടോ. 28/27 എക്സെട്ര n ടൈംസ്. ക്വസ്റ്റൻ ഒന്ന് തിരുത്തിക്കോണം, ക്വസ്റ്റിനകത്തിലെ കറക്ഷനാണ്. അപ്പോൾ 28/27 ആണ് കേട്ടോ. 28/27 എക്സെട്ര ഈസ് എന്നാണ്. അപ്പോൾ ഇതിനെ നമ്മൾ 1 പ്ലസ് 1/3 പ്ലസ് 1 പ്ലസ് 1/3² പ്ലസ് 1 പ്ലസ് 1/3³ അങ്ങനെ n ടേമുകളുടെ സമ്മാണ്. ഈ എല്ലാ ടേമിലും ആരുണ്ട്? 1 ഉണ്ട്. 1 ഈസ് ആഡിങ് n ടൈം. സോ ഇറ്റ് ബിക്കംസ് എത്ര ആയി മാറി? n. ബാക്കി ആരുണ്ട്? 1/3 പ്ലസ് 1/3² പ്ലസ് 1/3³ എക്സെട്ര n ടൈംസ് ആയി മാറി. ഇതൊരു ജി പി ആണ്. ജി പിയുടെ n ടൈമുള്ള സം കണ്ടുപിടിക്കാൻ a ഇൻറ്റു 1 മൈനസ് r റൈസ് ടു 1 ഡിവൈഡ് ബൈ 1 മൈനസ് r. ഇവിടെ 3 LCM എടുത്തതിന് ശേഷം 3 ക്യാൻസലായി മാറും. ഇവിടെ LCM എടുക്കുമ്പോൾ 2 വരും. അപ്പോൾ n പ്ലസ് 1 മൈനസ് 1/3 റൈസ് ടു n ആണ്. LCM എടുക്കുന്ന സമയത്ത് 2 LCM എടുത്താൽ 2n പ്ലസ് 1 മൈനസ് 1/3 റൈസ് ടു n. 3 റൈസ് ടു n LCM എടുക്കും. 3 റൈസ് ടു n ഇൻറ്റു 2n പ്ലസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 റൈസ് ടു n എന്ന് പറയും. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സമയത്ത് ദി സം ഓഫ് n ടൈംസ് ഓഫ് ദി സീരീസ് 2³ പ്ലസ് 4³ പ്ലസ് 6³ എക്സെട്ര ഈസ് 3528. ദെൻ n ഈസ് ഈക്വൽ ടു എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ദി സം ഓഫ് n ടൈംസ് ഓഫ് ദി സീരീസ് 2³ പ്ലസ് 3³ പ്ലസ് എക്സെട്ര ഈസ് 3528. ദെൻ n ഈസ് ഈക്വൽ ടു എത്ര കിട്ടി എന്നാണ് അതിൻ്റെ ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം? അപ്പോൾ ഞാനത് ചെയ്യുന്ന രീതി ഒന്ന് കാണിക്കാം, നോക്കിയോ. അപ്പോൾ ഇതാണ് 2³ പ്ലസ് 4³ പ്ലസ് 6³ എക്സെട്ര ഈസ് 3528. അപ്പോൾ 2³ പ്ലസ് 4³ പ്ലസ് 2 4 പിന്നെ അടുത്ത ടൈം 6 ആണ്. ദി സം ഓഫ് n ടൈംസ്. ഇതിൻ്റെ n ടൈമുള്ള സമ്മാണ് എക്സെട്ര n ടൈംസ്. അപ്പോൾ ഇതിലെ എന്നാമത്തെ ടൈം ഏത് വരും? ആദ്യ ടൈം എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1. രണ്ടാമത്തെ ടൈം എന്ന് വെച്ചാൽ 2 ഇൻറ്റു 2 ദി ഹോൾ ക്യൂബ്. മൂന്നാമത്തെ ടൈം എന്ന് വെച്ചാൽ 2 ഇൻറ്റു 3 ദി ഹോൾ ക്യൂബ്. സോ വാട്ട് ഈസ് ദി nth ടൈം? nth ടൈമിനെ 2 ഇൻറ്റു n ദി ഹോൾ ക്യൂബ് എന്ന് എഴുതാം, അല്ലെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 8n³ എന്ന് എഴുതാം. ഇതാണ് ഈ സീരീസിൻ്റെ എന്നാമത്തെ ടൈം. ഇതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. സം ഈസ് ഈക്വൽ ടു എന്ത് വിളിക്കാം? സിഗ്മ n ഈസ് ഈക്വൽ ടു 1 to n an എന്ന് വിളിക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ n ഈസ് ഈക്വൽ ടു 1 to n. എൻ്റെ വില എത്ര? 8n³ ആണ്. 8 വെളിയിലേക്ക് വന്നാൽ സിഗ്മ n ഈസ് ഈക്വൽ ടു 1 to n n³ എന്നായി മാറും. 8 ഇൻറ്റു സിഗ്മ n ഈസ് ഈക്വൽ ടു 1 to n n³ എന്നായി മാറും, വിച്ച് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു സിഗ്മ n ഈസ് ഈക്വൽ ടു 1 to n n³ എന്ന് പറഞ്ഞാൽ ഫോർമുല കൊടുത്തേ 1² പ്ലസ് 2² പ്ലസ് 3² പ്ലസ് എക്സെട്ര പ്ലസ് ആര് വരും? അല്ല 1³ പ്ലസ് 2³ പ്ലസ് 3³ പ്ലസ് എക്സെട്ര പ്ലസ് n³. ആദ്യത്തെ n ടൈമുകളുടെ ക്യൂബുകളുടെ സം ഫോർമുല അറിയാം. n² ഇൻറ്റു n പ്ലസ് 1 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ചെയ്യുന്ന രീതി ഞാൻ ഒന്നുകൂടെ പറയാം.
2ൻ്റെ ക്യൂബ് പ്ലസ് 4ൻ്റെ ക്യൂബ് പ്ലസ് 6ൻ്റെ ക്യൂബ് പ്ലസ് എക്സെട്ര n ടൈംസ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 2 എന്ന് പറഞ്ഞാൽ 2 × 1 ആണ്. 2 × 1ൻ്റെ ക്യൂബ് 4ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 × 2 ദി ഹോൾ ക്യൂബാണ്. പിന്നെ 6ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 × 3 ദി ഹോൾ ക്യൂബാണ്. അങ്ങനെയെങ്കിൽ അതിൽ എന്നാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ 2 × n ദി ഹോൾ ക്യൂബ് എന്ന് പറയുന്ന ഫോമുലായി മാറി. അതാണ് എഴുതിയിരിക്കുന്നത്. n = 2 × n ദി ഹോൾ ക്യൂബ് എന്നായി മാറും. അതായത് 8n ക്യൂബ് എന്ന രീതിയിലായി മാറി. 8n ക്യൂബ്. നമ്മൾ സം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സിഗ്മ n = 1 to n a എന്നായി മാറി. 8 കോമൺ ആയിട്ട് ഇങ്ങ് എടുക്കണം. 8 കോമൺ എടുത്താൽ സിഗ്മ n = 1 to n n ക്യൂബ് എന്നായി മാറും. ഇതെന്താണ്? ആദ്യത്തെ n ടൈമുകളിലെ ക്യൂബുകളുടെ സം. n-ന് 1 കൊടുക്കുമ്പോൾ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബ് ആദ്യത്തെ n ടൈമുകളിലെ ക്യൂബുകളുടെ സമായി മാറി. ഫോർമുല അറിയാം. ആദ്യത്തെ n ടൈമുകളിലെ ക്യൂബുകളുടെ സം എന്ന് പറഞ്ഞാൽ n² × n + 1 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ആയി മാറും. അപ്പോൾ 8 × n² × n + 1 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. 8 × n² × n + 1 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ. അപ്പോൾ സീരീസിനെ വ്യക്തമായി വിലയിരുത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എന്നാമത്തെ ടൈം. ഇത് കണ്ട് മനസ്സിലാക്കണം. 2 × 1 2 × 2ൻ്റെ ക്യൂബ് 2 × 3 ദി ഹോൾ ക്യൂബ് അങ്ങനെയാണ് നമ്മൾ അതിൽ നിന്ന് എന്നാമത്തെ ടൈം. ഇത് പിന്നെ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോർമുലയാണ്. നേരത്തെ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ആദ്യത്തെ n ടൈമുകളിലെ ക്യൂബുകളുടെ സമ്മിൻ്റെ ഫോർമുല n² × n + 1 ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ആ ഫോർമുല എഴുതിയെന്ന് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ടൈം ഓഫ് ദി GP 3, 3 √3, 9 എക്സെട്ര ഈസ് 2187 എന്നാണ്. 3, 3 √3, 3, 3 √3, 9 എക്സെട്ര ഈസ് 2187. ഈ സീക്വൻസിലെ എത്രാമത്തെ ടൈമാണ് 2187 എന്നാണ് ചോദ്യം. ഈ GPയിലെ എത്രാമത്തെ ടൈമാണ് 2187 എന്നാണ് ചോദ്യം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? അപ്പോൾ ആദ്യ ടൈം അറിയാം. ആദ്യ ടൈം ഫസ്റ്റ് ടൈം ഈസിക്കൽ എത്രയാണെന്നറിയാം? 3 ആണ് എന്നറിയാം. കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ ടൈമിനെ ആദ്യ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. വിച്ച് ഈസ് ഈക്വൽ എത്ര കിട്ടും? √3. എത്രാമത്തെ ടൈമാണ് 2187 എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു എന്നാമത്തെ ടൈം ആയിരിക്കട്ടെ 2187. എന്നാമത്തെ ടൈമിൻ്റെ ഫോർമുലയുണ്ട്. an = എന്താണ്? 2187. എൻ്റെ ഫോർമുല എത്രയായി മാറി? a × r⁻n - 1 = 2187 എന്നായി മാറും. എയുടെ വില വ്യക്തമായിട്ട് അറിയാൻ പറ്റും. a എത്രയാണ്? 3. 3 × r എന്ന് പറഞ്ഞാൽ √3. √3⁻n - 1 = 2187. 2187നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ √3⁻n - 1 = 2187 ഡിവൈഡഡ് ബൈ 3 ആയി മാറും. അല്ലെങ്കിൽ √3⁻n - 1 ആര് വരും? 729 എന്നായി മാറും. അല്ലെങ്കിൽ √3⁻n - 1 = 729നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യും. 3 × 3 9, 9 × 3 27, 81, 243, 729 എന്ന് പറഞ്ഞാൽ 3⁻6 ആണ്. 3⁻6 ആണ് നമുക്ക് 729. അല്ലെങ്കിൽ √3⁻n - 1 ഇതിനെ √3 എത്ര എന്ന് എഴുതാം? 12 എന്ന് എഴുതാം. ബേസ് ഒരുപോലെ ആണെങ്കിൽ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് n - 1 = 12 എന്നായി മാറും. n = എത്ര വരും? 13. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇതൊരു GP ആണ്. GPയുടെ ഫസ്റ്റ് ടൈം എത്രയാണ്? 3 ആണ്. കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ ടൈമിനെ എന്ത് ചെയ്യണം? ആദ്യ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 3 √3 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ √3 ആയി മാറും. നമ്മളോട് ചോദിക്കുന്നത് എത്രാമത്തെ ടൈമാണ്? 2187 എന്നാണ് ചോദ്യം. അപ്പോൾ എന്നാമത്തെ ടൈം ആയിരിക്കട്ടെ 2187. അപ്പോൾ എന്നാമത്തെ ടൈമിൻ്റെ ഫോർമുല അറിയാം. a × r⁻n - 1 = 2187. a എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. 3 × r മീൻസ് √3⁻n - 1 = 2187 ആയി മാറും. അല്ലെങ്കിൽ √3⁻n - 1 = 2187 ഡിവൈഡ് ബൈ 3. അല്ലെങ്കിൽ √3⁻n - 1 = 729. അല്ലെങ്കിൽ √3⁻n - 1 = 3⁻6 എന്നായി മാറും. അല്ലെങ്കിൽ √3⁻n - 1 = √3⁻12 എന്നായി മാറും. ബേസ് ഒരുപോലെ ആണെങ്കിൽ എന്ത് ചെയ്യാം? പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് n - 1 = 12 എന്നായി മാറും. n = എത്ര വരും? n = 13 എന്നായി മാറും. ഇതാണ് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ ഈ ചെയ്ത രീതിയും വ്യക്തമായിട്ട് ഓർമ്മയിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യുന്ന രീതി. ഓക്കെ. അടുത്തത്, എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 48 meters ആൻഡ് റീബൗണ്ട് 2/3 ഓഫ് ദി ഡിസ്റ്റൻസ് ഇറ്റ് ഫോൾസ്. ഇഫ് ഇറ്റ് കണ്ടിന്യൂസ് ടു ഫോൾ ആൻഡ് റീബൗണ്ട് ഇൻ ദിസ് വേ, ദി ഡിസ്റ്റൻസ് ദി ബോൾ കമ്മിങ് ടു ബിഫോർ കമ്മിങ് ടു റെസ്റ്റ് ഈസ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ഒരു ബോൾ ഉയരത്തിയും താഴോട്ട് ഇടുകയാണ്. ഇറ്റ് ഫ്രം 48 meters, ഇറ്റ് റീബൗണ്ട്സ് 2/3 ഓഫ് ദി ഡിസ്റ്റൻസ് ഇറ്റ് ഫോൾസ്. If it continues to fall and rebound in this way, the distance ball before coming to rest is എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ 48 മീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു ബോൾ താഴോട്ട് ഇടുന്നു. അത് റീബൗണ്ട് ചെയ്ത് ഇപ്പോൾ സഞ്ചരിച്ച ദൂരത്തിൻ്റെ 2/3 റീബൗണ്ട് ചെയ്യും. പിന്നെയും അതെന്ത് ചെയ്യും? ഇപ്പോൾ സഞ്ചരിച്ച ദൂരത്തിൻ്റെ 2/3 റീബൗണ്ട് ചെയ്യും. അങ്ങനെ റീബൗണ്ട് ചെയ്ത് ആ ബോൾ അവസാനം എവിടെ എത്തുന്നു? റെസ്റ്റിലെത്തുന്നു. അങ്ങനെയെങ്കിൽ ആ ബോൾ സഞ്ചരിച്ച ദൂരം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ വ്യക്തമായി പറയാം, ഒരു ബോൾ 48 മീറ്റർ ഉയരത്തിൽ താഴോട്ട് വീഴുന്നു.
അത് റീബൗണ്ട് ചെയ്യും. റീബൗണ്ട് ചെയ്യുന്ന ശേഷം വീണ്ടും താഴോട്ട് വരും, പിന്നെ റീബൗണ്ട് ചെയ്യും, പിന്നെ താഴോട്ട് വരും, പിന്നെ റീബൗണ്ട് ചെയ്യും, പിന്നെ താഴോട്ട് വരും. അങ്ങനെ താഴോട്ട് വന്ന് അവസാനം എന്തായി മാറി? റെസ്റ്റിലേക്ക് പോകുന്നു. പറഞ്ഞാൽ മനസ്സിലായി? അങ്ങനെയെങ്കിൽ ആ ബോൾ സഞ്ചരിച്ച ദൂരം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. എ ബോൾ ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 48 മീറ്റർ. 48 മീറ്റർ ഉയരത്തിൽ നിന്ന് ബോൾ താഴോട്ട് ഇടുന്നു. ആൻഡ് റീബൗണ്ട്സ് 2/3 ദി ഡിസ്റ്റൻസ് ഇറ്റ് ഫോൾസ്. ഇപ്പോൾ സഞ്ചരിച്ച ദൂരത്തിൻ്റെ 2/3 റീബൗണ്ട് ചെയ്യും. ഓഫ് ദ ഡിസ്റ്റൻസ് ഇറ്റ് ഫോൾസ്. ഇഫ് ഇറ്റ് കണ്ടിന്യൂസ് ടു ഫോൾ, അതെന്ത് ചെയ്യും? ഇങ്ങനെ കണ്ടിന്യൂസ് ടു ഫോൾ ആൻഡ് റീബൗണ്ട് ദിസ് വേ. ഇങ്ങനെ വീണ് അവസാനം എന്ത് ചെയ്യും? അത് റെസ്റ്റിലെത്തും. ആ സമയത്ത് ബോൾ സഞ്ചരിച്ച ടോട്ടൽ ദൂരം എത്രയാണ് എന്നാണ് ചോദ്യം. ഇഫ് ഇറ്റ് കണ്ടിന്യൂസ് ടു ഫോൾ ഇൻ ദിസ് വേ ദി ബോൾ കമ്മിങ് ടു റെസ്റ്റ് ഈസ് എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം? അപ്പോൾ 48 മീറ്റർ ഉയരത്തിൽ നിന്ന് ആ ബോൾ താഴെ വീണു. ഇപ്പോൾ സഞ്ചരിച്ച ദൂരത്തിൻ്റെ 2/3 റീബൗണ്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ 2/3 × 48. ഇപ്പോൾ സഞ്ചരിച്ച ദൂരത്തിൻ്റെ 2/3 റീബൗണ്ട് ചെയ്തു. റീബൗണ്ട് ചെയ്യുന്ന സമയത്ത് മുകൾ വരെ ആകത്തുള്ളൂ, അത്രയും തന്നെ ദൂരം താഴോട്ട് വരും. സോ 2 × 2/3 × 48. ഈ സഞ്ചരിച്ച ദൂരത്തിൻ്റെ 2/3 വീണ്ടും റീബൗണ്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ 2 × 2/3 ദി ഹോൾ സ്ക്വയർ × 48 പ്ലസ് എക്സെട്ര ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ഏതോ ഒരു ബോളുണ്ട്, ആ ബോൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുക. 48 മീറ്റർ ഉയരത്തിൽ താഴോട്ട് വന്നു, അത് റീബൗണ്ട് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ ആ ബോൾ അവസാനം സഞ്ചരിച്ച ദൂരം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇതെന്താണ്? 48 ഇവിടെ. അപ്പം 48 × 1 പ്ലസ് 2 × 2/3 2 × 2/3 പ്ലസ് 2 × 2/3 ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര ഇൻഫിനിറ്റി. അതായത് 48 പ്ലസ് ആര് വരും? 1 പ്ലസ് ഇവിടുന്ന് വേണമെങ്കിൽ 2 വീണ്ടും കോമ്പെടുക്കാം, അല്ലെങ്കിൽ 2 × 2/3 കോമ്പെടുക്കാം. 2 × 2/3 കോമ്പെടുത്താൽ ബാക്കി ആരും 1 പ്ലസ് 2/3 ദി ഹോൾ സ്ക്വയർ പ്ലസ് 2/3 ദി ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര എന്തായി മാറി? ഇൻഫിനിറ്റി. ഇതാണ് അതിലെ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ 3 അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഏതോ ഒരു ഹൈറ്റ് ചെയ്യുന്ന ബോൾ 48 മീറ്റർ ഉയരത്തിൽ നിന്ന് ബോൾ താഴോട്ട് വീഴുന്നു. ആ സഞ്ചരിച്ച ദൂരത്തിൻ്റെ 2/3 റീബൗണ്ട് ചെയ്ത് പിന്നെ അത് താഴോട്ട് വരും. അപ്പം ഈ സഞ്ചരിച്ച ദൂരത്തിൻ്റെ 2/3 എന്ന് പറയുമ്പോൾ 2/3 × 48, പിന്നെ അത്രയും തന്നെ ദൂരം താഴോട്ട് വരുന്നു. അതുകൊണ്ടാണ് 2 × 2/3 × 48. വീണ്ടും അതിൻ്റെ 2/3 റീബൗണ്ട്. ഇപ്പോൾ സഞ്ചരിച്ച ദൂരത്തിൻ്റെ 2/3 റീബൗണ്ട്. ഇപ്പോൾ സഞ്ചരിച്ച ദൂരത്തിൻ്റെ അപ്പർ ബൗണ്ടും ലോവർ ബൗണ്ടും. അപ്പോൾ അപ്വേർഡ് മോഷൻ ലോവർ മോഷൻ കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ വീണ്ടും ഒരു 2ൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ സഞ്ചരിച്ച ദൂരത്തിൻ്റെ 2/3 എന്ന് പറയുമ്പോൾ അതിനകത്ത് അപ്പർ മോഷൻ ലോവർ മോഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം 2 × എന്ന് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, എക്സെട്ര ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നു. അവസാനം ആ ബോൾ എവിടെത്തുന്നു? റെസ്റ്റിലെത്തുന്നു. ആ സമയത്ത് ബോള് സഞ്ചരിച്ച ടോട്ടൽ ദൂരം എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ 48 കോമൺ ആയിട്ട് എടുക്കുക. ബ്രാക്കറ്റിനകത്തിൽ ആര് വരും? 1 പ്ലസ് 2 × 2/3 പ്ലസ് എന്ത് വരും? 2 × 2/3 ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര ഇൻഫിനിറ്റി. അപ്പോൾ 1 പ്ലസ് 2 × 2 ഇനി എന്ത് ചെയ്യും? 1 പ്ലസ് 2 × 2/3 കോമൺ എടുത്താൽ ആര് വരും? 1 എടുക്കാം. 2 × 2/3 × 1 ഇത് വരും. 2 × 2/3 × 2/3 എന്ന് പറയുമ്പോൾ ഇത് 2/3, ഇത് 2/3 ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇതൊരു ഇൻഫിനിറ്റ് ജി പി ആയി മാറും. ശ്രദ്ധിച്ചോ, ചെയ്യുന്ന രീതി ഇൻഫിനിറ്റ് ജി പി ആണ്. ഇൻഫിനിറ്റ് ജി പി ആകുമ്പോൾ 2 × 2/3 4/3. ഇതിൻ്റെ ഫോർമുല എങ്ങനെയാണ്? A/1 - R എന്നായി മാറും. വിച്ച് ഇസ് ഈക്വൽ ടു 48 × 1 പ്ലസ് 4/3 ഇൻറ്റു ആര് വരും? ഇത് എൽസിയം എടുക്കുന്ന 3 അങ്ങ് മുകളിൽ പോകും. 3/3 - 2 എന്ന് പറഞ്ഞാൽ 1 ആയി മാറി. ഇവ തമ്മിൽ വെട്ടിപ്പോകും. ആര് വരും? ദാറ്റ് ഈസ് 48 × ആര് വരും? 5 എന്ന് വരും. 48 × 5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 240 240 മീറ്റർ എന്നായി മാറും. 48 × 5 എന്ന് പറയുന്ന സമയത്ത് എന്ത് വരും? 48 × 5 എത്ര വരും? 5 8 40 സിസ്റ്റം 4 അല്ലേ? 48 × 5 എന്നല്ലേ? 48 × 5 എന്ന് പറയുക 8 5 40 ഇഷ്ടം 4 240 മീറ്റർ എന്ന് വരും. ഇതാണ് സഞ്ചരിച്ച രീതി. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു ബോൾ 48 മീറ്റർ ഉയരത്തിൽ താഴോട്ട് വരും. ആ സഞ്ചരത്തിൻ്റെ 2/3 റീബൗണ്ട് ചെയ്യുക. അതിൻ്റെ അപ്വേർഡ് മോഷനും ഡൗൺവേർഡ് മോഷനും ഉണ്ട്. അതുകൊണ്ടാണ് 2 × 2/3 48. അടുത്ത വീണ്ടും അതിൻ്റെ 2/3 റീബൗണ്ട് ചെയ്യും. അപ്പോൾ ഇൻറ്റു 2/3. ഇവിടെ 2ൻ്റെ ആവശ്യം പിന്നീട് ഇല്ല. കാരണം ഇതിനകത്തിൽ പിന്നെ ഒരു 2ൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ 2/3 ആണ്. അപ്പോൾ ഇതേ ഇൻറ്റു 2/3 ഹോൾ സ്ക്വയറിനായി മാറും. അപ്പോൾ അതിനകത്തിൽ ഓൾറെഡി ആരുണ്ട്? അപ്വേർഡും ഡൗൺവേർഡ് മോഷൻ പറഞ്ഞു പോകുന്നുണ്ട്. ഈ പ്രോസസ്സ് കണ്ടിന്യൂസ് അണ്ടിൽ ദി ബോൾ റീച്ചസ് റെസ്റ്റ് എന്ന 48 കോമ എടുത്ത് 1 പ്ലസ് 2 × 2/3 പ്ലസ് 2 × 2/3 ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. അപ്പോൾ 1 പ്ലസ് 2 × 2/3 ബ്രാക്കറ്റ് അതിൽ ആര് വരും? 1 പ്ലസ് 2/3 ദി ഹോൾ സ്ക്വയർ 2/3 ഹോൾ സ്ക്വയർ എക്സെട്ര ഇൻഫിനിറ്റ് ജി പി ആണ്. ബാക്കി ചെയ്ത് വരുന്നു. ആൻസർ എത്ര കിട്ടും? 48 × 5 അതായത് 240 മീറ്റർ എന്നായി മാറും. അപ്പോൾ ഈ ചെയ്ത രീതിയും വ്യക്തമായി ഓർമ്മയിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദി സം ഓഫ് 15ൻ്റെ സ്ക്വയർ പ്ലസ് 16ൻ്റെ സ്ക്വയർ പ്ലസ്
17ൻ്റെ സ്ക്വയർ എ പ്ലസ് എക്സെട്ര 30ൻ്റെ സ്ക്വയർ എത്രയാണ് എന്നാണ് ചോദ്യം. ദി സം ഓഫ് 15ൻ്റെ സ്ക്വയർ എ പ്ലസ് 16ൻ്റെ സ്ക്വയർ എ പ്ലസ് എക്സെട്ര 30ൻ്റെ സ്ക്വയർ എത്ര വരും എന്നാണ് ചോദ്യം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? 15ൻ്റെ സ്ക്വയർ എ പ്ലസ് 16ൻ്റെ സ്ക്വയർ എ പ്ലസ് 17ൻ്റെ സ്ക്വയർ എ പ്ലസ് എക്സെട്ര പ്ലസ് 30ൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇതിനെ എങ്ങനെ ചെയ്യാം? ഇതിനെ ചെയ്യുമ്പോൾ ആദ്യം വരും 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 30 സ്ക്വയർ മൈനസ് ആര് വരും? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 14 സ്ക്വയർ എന്നായി മാറി അല്ലേ. 15 മുതൽ 30ൻ്റെ സ്ക്വയറുകളുടെ സം എന്ന് പറയുമ്പോൾ 1 മുതൽ 30ൻ്റെ സ്ക്വയറിൽ നിന്ന് എന്ത് ചെയ്യാൽ മതി? 1 മുതൽ 14 വരെയുള്ള ടേമുകളുടെ സമ്മുകളുടെ സ്ക്വയർ കുറച്ചാൽ മതിയാകും. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 30 സ്ക്വയർ മൈനസ് ആര് വരും? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 14 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു, ഇതെന്ത് വരും? ഫോർമുല n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 അല്ലേ. ഫോർമുല എങ്ങനെ? ആദ്യത്തെ n ടേമുകളുടെ സ്ക്വയറുകളുടെ സം 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n സ്ക്വയർ. ഫോർമുല n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 എന്നാണ് ഫോർമുല. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ n എന്ന് പറഞ്ഞാൽ എത്ര? 30 ഇൻറ്റു n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 31 ഇൻറ്റു 2n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 30 60 പ്ലസ് 1 ഡിവൈഡ് 61 ഡിവൈഡ് ബൈ 6 മൈനസ് 1 മുതൽ 14 വരെ. ഫോർമുല എങ്ങനെയാണ്? n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 2n പ്ലസ് വെച്ചാൽ 2 ഇൻറ്റു 14 28 പ്ലസ് 1 29 ഡിവൈഡഡ് ബൈ 6 എന്നായി മാറും. ഇവിടെ 4 കോമ എടുക്കാം, 30/6 കോമ എടുക്കാം. 30/6 കോമ എടുക്കുമ്പോൾ 31 ഇൻറ്റു 61 എന്നായി മാറും അല്ലേ. മൈനസ് ആര് വരും? ഇവിടുന്ന് 15, ഇവിടെ 7 വരത്തുള്ളൂ, കാരണം 14ൽ നിന്ന് 2 എടുത്താൽ ഞാൻ 30/6 പോയത്, ബാക്കി ഇവിടെ 7 ഇൻറ്റു 29 എന്നായി മാറി വിച്ച് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു ഇതെത്ര വരും? 31 ഇൻറ്റു 61 മൈനസ് ആര് വരും? 31 ഇൻറ്റു 61 എന്ന് പറയുമ്പോൾ 1 6 3 അല്ലേ, ഇത്രയും വരും. ദാറ്റ് ഈസ് 1 6 3 18. അപ്പോൾ ഇത്രയും വരും. അതിൽ നിന്ന് 7 ഇൻറ്റു 9 കുറയ്ക്കണം. അപ്പോൾ ഇതെത്ര വരും? ദാറ്റ് ഈസ് 5 ഇൻറ്റു, അതിൻ്റെ ആൻസർ വരുന്നത് എത്ര വരും? 5 ഇൻറ്റു 31 ഇൻറ്റു 61 എന്ന് പറയുന്ന സമയത്ത് 31 ഇൻറ്റു 61 എല്ലാം കൂടെ ആൻസർ 8000, ലാസ്റ്റ് ആൻസർ ഇതാം. ദാറ്റ് ഈസ് 8440 മീറ്റർ എന്നായി മാറും. 8040. ഇത് 31 ഇൻറ്റു 61 കണ്ടുപിടിക്കാം. അതിൽ നിന്ന് 7 ഇൻറ്റു 29 കുറയ്ക്കണം, എന്നിട്ട് 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 31 ഇൻറ്റു 61 മൈനസ് 7 ഇൻറ്റു 29 5 വെച്ച് മൾട്ടിപ്ലൈ 8440 മീറ്റർ എന്നായി മാറും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 15ൻ്റെ സ്ക്വയർ എ പ്ലസ് 16ൻ്റെ സ്ക്വയർ എ പ്ലസ് എക്സെട്ര 30ൻ്റെ സ്ക്വയറാണ്. 1 മുതൽ 30 വരെയുള്ള ടേമുകളുടെ സ്ക്വയറിൻ്റെ സമ്മിൽ നിന്ന് 1 മുതൽ 14 വരെയുള്ള സ്ക്വയറുകളുടെ സം കുറച്ചാൽ ഫലത്തിൽ എന്തായി മാറി? 15ൻ്റെ സ്ക്വയർ മുതൽ എവിടം വരെയുള്ളതായി മാറും? 30ൻ്റെ സ്ക്വയർ വരെയുള്ള ടൈമായി മാറും. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് എക്സെട്ര 30 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ പ്ലസ് എക്സെട്ര 14 സ്ക്വയർ എന്നായി മാറും. ആദ്യത്തെ 30 ടേമുകളുടെ സ്ക്വയറുകളുടെ സം, ആദ്യത്തെ 14 ടേമുകളുടെ സ്ക്വയറുകളുടെ സം എടുത്തു. അവിടെ 30/6 കോമൺ ആയിട്ട് ഇങ്ങെടുത്തു. ബാക്കി ചെയ്യുന്ന രീതിയാണ് ഈ പറഞ്ഞേക്കുന്നത് 8440 മീറ്റർ. ഇങ്ങനെയാണ് അത് ചെയ്യുന്ന രീതി. അപ്പോൾ ചെയ്ത രീതി ഓർമ്മയിരിക്കുക. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതാണ്, ഇഫ് A1, A2, എക്സെട്ര A6, A1, A2, A3, A4, A5 ആൻഡ് A6 ആർ ദി 6 അരിത്തമെറ്റിക് മീൻസ് ബിറ്റ്വീൻ 3 and 31, then A6 minus A5 and A1 plus A6 എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിയോ, ചെയ്യുന്ന രീതി നോക്കിയോ. നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് A1, A2, A3 എന്ന് പറയുന്നത് 3നും 31നും ഇടയ്ക്കുള്ള 6 അരിത്തമെറ്റിക് മീൻസ്, അതായത് A1, A2, A3, A4, A5, A6 ആർ ദി 6 അരിത്തമെറ്റിക് മീൻസ് ബിറ്റ്വീൻ 3 and 31. 3നും 31നും ഇടയ്ക്കുള്ള അരിത്തമെറ്റിക് മീൻസ് എന്ന് അവർ ഉദ്ദേശിക്കുന്ന 6 ടേമുകളെന്നാണ് ഉദ്ദേശിക്കുന്നത്. A1, A2, A3, A4, A5 ആർ ദി 6 അരിത്തമെറ്റിക് മീൻസ് ബിറ്റ്വീൻ 3 and 31. അങ്ങനെയെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് A6 മൈനസ് A5 കണ്ടുപിടിക്കണം, അതോടൊപ്പം തന്നെ A1 പ്ലസ് A6 കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യ ടൈം ഏതാണ്? ആദ്യ ടൈം 3 ആണ്. ഇത് ഫസ്റ്റ് ടൈം 1 2 3 4 5 6 7 എട്ടാമത്തെ ടൈമാണ്. എട്ടാമത്തെ ടൈമാണ് 31. എട്ടാമത്തെ ടൈമാണ് 31 എങ്കിൽ A പ്ലസ് 3D ഈസിക്കൽ എന്ന് വിളിക്കാം 31. A എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 പ്ലസ് 7D ഈസിക്കൽ 31 ആയി മാറും. അല്ലെങ്കിൽ 7D ഈസിക്കൽ എത്ര കിട്ടും? 28. D ഈസിക്കൽ എത്ര ആയി മാറി? 4 ആയി മാറി. അപ്പം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ 3നും 31നും ഇടയ്ക്കുള്ള 6 അരിത്തമെറ്റിക് മീൻസ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നതാണ് ടേംസ് ആണ്. ടേംസ് A1, A2, A3, A4, A5, A6 ആർ ദി ടേംസ് ബിറ്റ്വീൻ ഏതാണ്? 3 and 31. പിടികിട്ടിയല്ലോ. അപ്പോൾ ആദ്യ ടൈം എന്ന് പറഞ്ഞാൽ 3 ആണ്. അല്ല, ആദ്യ ടൈം 3 ആണ്. അവസാന ടൈം എന്താണ്? 31 ആണ്.
അപ്പോൾ അതിനെയാണ് A8 ഈസിക്കൽ ഞാൻ എന്ത് ചെയ്ത് 31 എഴുതി. A8 ഈസിക്കൽ 31 എന്ന് പറഞ്ഞാൽ 8നെ A+70 ഈസിക്കൽ എത്ര കിട്ടും 31. A+70 ഈസിക്കൽ 31 എന്ന് വെച്ചാൽ എയുടെ വില എത്രയാണ് 3. 3+70 ഈസിക്കൽ 31 അല്ലെങ്കിൽ 70 ഈസിക്കൽ 28 D ഈസിക്കൽ 4 എന്ന് കിട്ടി. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? A1 ആദ്യം കണ്ടുപിടിക്കാം. A1 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 3യുടെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. 3+4 എത്രയായി മാറി? 7. അടുത്ത A2 എന്ന് പറഞ്ഞാൽ 7ൻ്റെ കൂടെ ആര് കൂട്ടണം? ഈ പറയുന്ന ഇത് കൂട്ടണം. 7+4 എത്ര കിട്ടും? 7+4 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 11. A3 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 15. അടുത്ത A4 എന്ന് പറഞ്ഞാൽ ആര് വരും? 19. അടുത്ത A5 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 23. A6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 27. അടുത്ത ടൈം എത്രയായി മാറിക്കോളും? 31 ആയിക്കോളും. അങ്ങനെയെങ്കിൽ A6 മൈനസ് A5 എന്ന് പറഞ്ഞാൽ ആര് വരും? A6 എന്ന് പറയുമ്പോൾ 27 മൈനസ് 23 വിച്ച് ഇസ് ഈക്വൽ ടു 4. അടുത്ത A1 പ്ലസ് A6 എന്ന് പറഞ്ഞാൽ 7 പ്ലസ് എന്ന് വിളിക്കാൻ 27 വിച്ച് ഇസ് ഈക്വൽ എത്ര കിട്ടും? 34. 4 and 34. അപ്പോൾ ചെയ്ത രീതി മനസ്സിലാക്കപ്പെടുക. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3നും 31നും ഇടയ്ക്കുള്ള 6 അരിത്തമെറ്റിക് മീൻസിൻ്റെ ടേംസ് ഉണ്ട്. അതായത് A1, A2, A3, A4, A5, A6 ആർ ദി 6 അരിത്തമെറ്റിക് മീൻസ് ബിറ്റ്വീൻ 3 and 31 എന്ന് പറയുന്നു. 6 അരിത്തമെറ്റിക് മീൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആരാണ്? ടേംസ് ആണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ എത്ര ടൈം ഉണ്ട്? ഇത് 1, ഇത് 2. A1 അല്ല, കൂട്ടല്ല, ഇവിടെ തൊട്ട് കൂട്ടണം. 1, 2, 3, 4, 5, 6, 7, 8. എട്ടാമത്തെ ടൈമാണ് 31. എട്ടാമത്തെ ടൈമിനെ നാം വിളിക്കുന്ന പേരാണ് A+70. A+70 ഈസിക്കൽ 31. A എന്ന് പറഞ്ഞാൽ 3 ആണ്. ഡിയുടെ വില എത്ര കിട്ടി? 4 എന്ന് കിട്ടി. അപ്പോൾ A1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 3+4 ആണ് 7. പിന്നെ ഓരോരോ ടൈമുകൾ കൂട്ടി A1, A2, A3, A4, A5, A6 വരെ കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കേണ്ടത് A6 മൈനസ് A5ഉം കണ്ടുപിടിക്കേണ്ടത് A6 മൈനസ് A5ഉം A1 പ്ലസ് A6ഉമാണ്. A6 മൈനസ് A5 എന്ന് വെച്ചാൽ 27 മൈനസ് 23 4ആയി മാറും. A1 പ്ലസ് A6 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? A1 എന്ന് പറഞ്ഞാൽ 7 ആണ്. 7 പ്ലസ് എന്താണ്? 27 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 34. ഇതാണ് ചെയ്യുന്ന രീതി. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്ഷൻ വരുന്ന സമയത്ത് 4 and 34 എന്ന് പറയുന്നതാണ്. നമ്മുടെ ഓപ്ഷൻ വരുന്ന സമയത്ത് 4 and 34 എന്ന് പറയുന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ അത് മനസ്സിലാക്കുക. 4 and 34 ഈസ് ദി റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അരിത്തമെറ്റിക് മീൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർമ്മയിരിക്കുക, ടേംസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി A1 ഈസിക്വൽ 3 എന്നൊന്നും എടുത്തു കളയില്ല. 3ക്കും 31നും ഇടയിലുള്ള ടീമുകൾ തുടങ്ങുന്നത് എവിടെ നിന്നുണ്ടാണ്? A1 തൊട്ടാണ്, അവസാനിക്കുന്ന A6 വരെ. അപ്പം 3 മുതൽ 31 വരെ അല്ലെങ്കിൽ 3 ഉൾപ്പെടെ 31 വരെ അല്ലെങ്കിൽ 31 ഉൾപ്പെടെ പറയുകയാണെങ്കിൽ മൊത്തം 8 ടേംസ് ഉണ്ട്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ ചെയ്തു വന്നത്. പിന്നെ എയുടെ എന്നാമത്തെ ടേം കണ്ടുപിടിക്കുന്ന ഫോർമുല അറിയാം. A+n-1 D എന്ന് പറയുന്ന ഫോം, അത് വെച്ചാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതാണ് ഇഫ് x, y, z ആർ ഇൻ AP. എക്സും വൈയും ഇസഡും AP-യിലാണെങ്കിൽ 1 divided by root x plus root y, 1 divided by root z plus root x, 1 divided by root y plus root z ആർ ഇൻ എവിടെയാണ് എന്നാണ് ചോദ്യം. ഒന്നുകൂടെ പറയാം. XYZ എവിടെയാണെന്ന് പറയുന്നുണ്ട്? AP-യിലാണ് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ 1 divided by root x plus root y, 1 divided by root z plus root x, 1 divided by root y plus root z ആർ ഇൻ എവിടെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെ ചെയ്യാം? അപ്പോൾ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന കാര്യം അങ്ങ് എടുത്തെഴുതുക. XYZ ആർ ഇൻ AP. നോക്കിയോ, ചെയ്യുന്ന രീതി നോക്കിയോ. ഗിവൺ XYZ ആർ ഇൻ AP, ഗിവൺ x, y, z ആർ ഇൻ AP. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ 1 by root x plus root y, 1 by root y plus 1 by root z plus root x, 1 by root y plus root z എവിടെയാണ് എന്നാണ് ചോദ്യം. ഞാനിവിടുന്ന് കണ്ടുപിടിക്കേണ്ട ടൈം ഇതാണ്. 1 by root x plus root y, 1 by root y plus root z, 1 by root z plus root x എവിടെയാണ് എന്നാണ് ചോദ്യം. ഞാൻ വെറുതെ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഒന്ന് കണ്ടുപിടിക്കുന്നു. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം എന്ന് വെച്ചാൽ ആരാണ്? 1 by root y plus root z മൈനസ് 1 by root x plus root z കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആര് വരും? അത് ചെയ്യുന്ന സമയത്ത് ആര് വരും? വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വിളിക്കാം? റൂട്ട് എക്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ദാറ്റ് ഈസ് വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ മൈനസ് റൂട്ട് വൈ മൈനസ് റൂട്ട് ഇസഡ് ഡിവൈഡഡ് ബൈ ആര് വരും? റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഇൻറ്റു ആര് വരും? റൂട്ട് വൈ മൈനസ് അല്ല റൂട്ട് വൈ പ്ലസ് റൂട്ട് ഇസഡ്. എൽസിയം എടുത്തു. ഇത് ഇതോടെ ക്യാൻസലായി മാറി. ബാക്കി ആര് വരും? റൂട്ട് എക്സ് മൈനസ് റൂട്ട് ഇസഡ് ഡിവൈഡഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഇൻറ്റു റൂട്ട് വൈ പ്ലസ് റൂട്ട് ഇസഡ്.
ഓക്കെ, അടുത്ത സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടൈം ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടൈം ഈസി. അടുത്ത തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടൈം കണ്ടുപിടിച്ചത്. തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടൈം എന്ന് വെച്ചാൽ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ഇസഡ് മൈനസ് റൂട്ട് വൈ പ്ലസ് റൂട്ട് ഇസഡ് അല്ലേ. അപ്പോൾ ആര് വരും? നമ്മൾ തന്നിരിക്കുന്ന ടേംസ് ഏതൊക്കെയാണ്? ടേംസ് എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ, 1 ഡിവൈഡ് ബൈ റൂട്ട് വൈ റൂട്ട് ഇസഡ് പ്ലസ് റൂട്ട് എക്സ്. റൂട്ട് ഇസഡ് പ്ലസ് റൂട്ട് എക്സ് ആണ്, അതാണ് ഒരു കറക്ഷൻ. റൂട്ട് ഇസഡ് പ്ലസ് റൂട്ട് എക്സും അടുത്ത ടൈം എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ റൂട്ട് വൈ പ്ലസ് റൂട്ട് ഇസഡ്, റൂട്ട് വൈ പ്ലസ് റൂട്ട് ഇസഡ്. ഓക്കെ, നമ്മൾ സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, അതായത് റൂട്ട് ഇസഡ് പ്ലസ് റൂട്ട് എക്സ്, റൂട്ട് ഇസഡ് പ്ലസ് റൂട്ട് എക്സ് മൈനസ് റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈ കണ്ടുപിടിക്കുന്നു അല്ലേ. ടേമുകൾ തന്നിരിക്കുന്ന ഫോം ഇതാണ്. 1 ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ ഉണ്ട്, 1 ഡിവൈഡ് ബൈ റൂട്ട് ഇസഡ് പ്ലസ് റൂട്ട് എക്സ് ഉണ്ട്, 1 ഡിവൈഡ് ബൈ റൂട്ട് വൈ പ്ലസ് റൂട്ട് എക്സ് ഉണ്ട്. ഓക്കെ, സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കുന്നു. സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം എന്ന് പറയുന്ന സമയത്ത് ആര് വരും? വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ മൈനസ് റൂട്ട് ഇസഡ് മൈനസ് റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ ആര് വരും? റൂട്ട് ഇസഡ് പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ. അതായത് ആരൊക്കെ ക്യാൻസലായി മാറി? ഈ രണ്ട് ടൈമുകൾ ക്യാൻസലായി മാറി. ബാക്കി ആര് വരും? റൂട്ട് വൈ മൈനസ് റൂട്ട് ഇസഡ് ഡിവൈഡഡ് ബൈ റൂട്ട് ഇസഡ് പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു ആര് വരും? റൂട്ട് എക്സ് പ്ലസ് റൂട്ട് വൈ. ഇനി അതുപോലെ തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം ഒന്ന് നോക്കിയാൽ, തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം എന്ന് പറയുമ്പോൾ ആര് വരും? തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം എന്ന് പറയുമ്പോൾ 1 ഡിവൈഡഡ് ബൈ റൂട്ട് വൈ പ്ലസ് റൂട്ട് ഇസഡ് മൈനസ് 1 ബൈ റൂട്ട് ഇസഡ് പ്ലസ് റൂട്ട് എക്സ്. എൽസിയം എടുക്കുന്ന സമയത്ത് ആര് വരും? റൂട്ട് ഇസഡ് പ്ലസ് റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈ മൈനസ് റൂട്ട് ഇസഡ് ഡിവൈഡഡ് ബൈ ആര് വരും? റൂട്ട് വൈ പ്ലസ് റൂട്ട് ഇസഡ് ഇൻറ്റു ആര് വരും? റൂട്ട് ഇസഡ് പ്ലസ് റൂട്ട് എക്സ്. ഏതൊക്കെ ടൈമുകൾ ക്യാൻസലായി മാറി? ഏതൊക്കെ ടൈമുകൾ ക്യാൻസലായി മാറും? ഇതെന്ത് വരും? ദാറ്റ് ഈസ് റൂട്ട് എക്സ് മൈനസ് റൂട്ട് വൈ ഡിവൈഡഡ് ബൈ ആര് വരും? റൂട്ട് ഇസഡ് പ്ലസ് റൂട്ട് എക്സ്, റൂട്ട് ഇസഡ് പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ പ്ലസ് റൂട്ട് ഇസഡ് എന്നായി മാറും. അപ്പോൾ നമ്മൾ ഇത്രയും കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ക്വസ്റ്റിനകത്ത് വ്യക്തമായി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എക്സ് വൈ സെഡ് എവിടെയാണെന്ന് പറയുന്നുണ്ട്. എക്സ് വൈ സെഡ് ആർ ഇൻ എ പി എന്ന് പറയുന്നുണ്ട്. നോക്കിയോ, ഗിവൺ എക്സ് വൈ ഇസഡ് ആർ ഇൻ എ പി ആണ്. എക്സ് വൈ സെഡ് ആർ ഇൻ എ പി ആകുന്ന സമയത്ത് നമുക്ക് എന്ത് വിളിക്കാം? 2y ഈസിക്വൽ എന്ത് വിളിക്കാം? ഇസഡ് പ്ലസ് എക്സ് എന്ന് വിളിക്കാം. 2y ഈസിക്വൽ ടു ഇസഡ് പ്ലസ് എക്സ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ എന്ത് വിളിക്കാം? y ഈസിക്വൽ ടു ഇസഡ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. y ഈസിക്വൽ ഇസഡ് പ്ലസ് എക്സ് അല്ലേ. y മൈനസ് എക്സ് ഈസിക്വൽ ഇസഡ് മൈനസ് എക്സ്, അവിടെ നിന്നാണ് 2y ഈസിക്വൽ ഇസഡ് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. ഈ രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഈ രണ്ട് ഇക്വേഷനകത്തുനിന്ന് ഇനി എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ നമ്പർ 1 ഉണ്ട്, ഇക്വേഷൻ നമ്പർ 2 ഉണ്ട്. ഈ വൈക്ക് പകരം നമുക്ക് റൂട്ട് വൈക്ക് പകരം എന്ത് കൊടുത്താൽ മതി? ഇസഡ് പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 2. ഇവിടെ രണ്ടിടത്തും കൊടുത്തു നോക്കുന്ന സമയത്ത് റിസൾട്ട് ആയിക്കോളും. ഈ ഇക്വേഷൻ നമ്പർ 1-നകത്തും ഇക്വേഷൻ നമ്പർ 2-നകത്തും ആർക്ക് പകരം കൊടുക്കണം? വൈക്ക് പകരം കൊടുക്കുക. ഇവിടെ പറയുമ്പോൾ ഒന്നിൽ ഇവിടുത്തെ എക്സിനെ കൂടി ഇസഡിൽ പറയാം, അല്ലെങ്കിൽ ഇസഡിനെ കൂടെ എക്സിൽ പറയാം. ഏതെങ്കിലും രീതിയിൽ നമ്മൾ മാറ്റിയാൽ മതി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് കിട്ടും. രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യും? ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പറും ഈക്വലാന്ന് മാറും ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത്. സോ ദേ ആർ ഇൻ എന്താണ്? എ പി എന്ന് പറയാം. കാരണം സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം എന്ന് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ് ലാസ്റ്റ് പറഞ്ഞത്? ഇസഡ് ഈക്വൽ ടു 2y ഈസ് ഈക്വൽ ടു ഇസഡ് പ്ലസ് എക്സ് എന്നോ, അല്ലെങ്കിൽ ഇസഡ് പ്ലസ് എക്സ് വൈക്ക് പകരം എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് ഇസഡ് പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 2 കൊടുക്കാം, അല്ലെങ്കിൽ എക്സിന് പകരം കൊടുക്കാം. ഏതെങ്കിലും ഒരു ടൈമിനെ കൂടെ നിങ്ങൾ മാറ്റി കഴിയുമ്പോൾ സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ എന്ത് കിട്ടും? തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം കിട്ടും. രണ്ടും എന്തായി മാറി? ഈക്വലായി മാറി. സോ ദേ ആർ ഇൻ എന്താന്ന് പറയാം? എ പി ആണ് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കും. ഇതാണ് ചെയ്യുന്ന രീതി. ഓക്കെ, ഒന്നിൽ അത് ഓർമ്മയിരിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു നോട്ട് കൂടെ പറഞ്ഞുതരാം. ഇപ്പം നോക്കിയേ, ഇഫ് എ കോമ നോട്ടായിട്ട് എഴുതിക്കോണം. ഇഫ് എ കോമ ബി കോമ സി, ഇഫ് എ കോമ ബി കോമ സി ആർ ഇൻ എ പിയിലാണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ റൂട്ട് എ പ്ലസ് റൂട്ട് ബി, അടുത്ത 1 ഡിവൈഡ് ബൈ റൂട്ട് ബി പ്ലസ് റൂട്ട് സി, 1 ഡിവൈഡ് ബൈ റൂട്ട് സി പ്ലസ് റൂട്ട് എ എപ്പോഴും എവിടെ ആയിരിക്കും? എ പിയിലായിരിക്കും. ഈ റിസൾട്ട് ഓർത്താലും മതി. എയും ബിയും സിയും എ പിയിലാണെങ്കിൽ 1 ബൈ റൂട്ട് എ പ്ലസ് റൂട്ട് ബി, 1 ബൈ റൂട്ട് ബി പ്ലസ് റൂട്ട് സി, 1 ഡിവൈഡ് ബൈ റൂട്ട് സി പ്ലസ് റൂട്ട് എ എന്ന് പറയുന്നതും എ പിയിലായിരിക്കും. അതും ഒരു റിസൾട്ടാണ്. അതായത് ഇറാഷണൽ കോയിഫിഷ്യൻസുകൾ വരുന്ന ടേമുകളിലെ സമ്മോ സബ്ട്രാക്ഷൻ എടുക്കുന്ന സമയത്ത് അത് എല്ലായ്പ്പോഴും എ പിയിലായിരിക്കും എന്നൊരു റിസൾട്ടുണ്ട്. ഇത് റിസൾട്ടായിട്ട് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ മറ്റേ പോലെ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് പിന്നെ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ അതിനെക്കാട്ടി എളുപ്പം ഈ റിസൾട്ട് ഓർത്തിരുന്നാലും മതി. ഓക്കെ, മറ്റേത് വേണമെങ്കിലും ചെയ്ത് നോക്കാം. പക്ഷേ അത്രയും സമയം നമുക്ക് എൻട്രൻസ് കളയാനില്ലാത്തതുകൊണ്ടാണ് ഞാനിത് റിസൾട്ടായിട്ട് പറഞ്ഞു തന്നെ. ഓക്കെ, നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ദി പ്രോഡക്റ്റ് 32 × 32 റൈസ് ടു 1/6 × 32 റൈസ് ടു 1/36 എക്സെട്ര ഇൻഫിനിറ്റി എത്രയാണ് എന്നാണ് ചോദ്യം.
അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. 32 into 32 raised to 1 by 6 into 32 raised to 1 by 36 etc. ഇൻഫിനിറ്റിയുടെ വില കണ്ടുപിടിക്കണം. 32 into 32 raised to 1 by 6 into 32 raised to 1 by 36 etc. ഇൻഫിനിറ്റി വിച്ച് ഈസ് ഈക്വൽ. നമ്മളിതിനെ ഇങ്ങനെ എഴുതാം. 32 raised to ആര് വരും 1 പ്ലസ് 1 by 6 plus 1 by 36 plus etc. ഇൻഫിനിറ്റി. 32 raised to ഇതിൻ്റെ പവർ എല്ലാം കൂടെ കൂട്ടി എഴുതാം. എത്ര കിട്ടും 1 plus 1 by 6 plus 1 by 36 etc. ഇൻഫിനിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു 32 raised to ആര് വരും, ഇതൊരു ജി പി ആണ്. 1നെ 1 by 6 കൊണ്ട് മൾട്ടിപ്ലൈ 1 by 6, വീണ്ടും അതിനെ 1 by 6 കൊണ്ട് മൾട്ടിപ്ലൈ 1 by 36 etc. ഇൻഫിനിറ്റി ആയി മാറും. സം ഓഫ് ഇൻഫിനിറ്റ് ടൈംസ് ബൈ ജി പി ഫോർമുല എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ വിച്ച് ഈസ് ഈക്വൽ ടു 32 raised to ആര് വരും 1 ഡിവൈഡഡ് ബൈ 6 മൈനസ് 1 5 by 6 എന്നായി മാറും വിച്ച് ഈസ് ഈക്വൽ ടു 32 raised to ആര് വരും 6 by 5 എന്നായി മാറും വിച്ച് ഈസ് ഈക്വൽ ടു 32 raised to 1 by 5 ദി ഹോൾ raised to 6 എന്നായി മാറും. 32 raised to 1 by 5 എന്ന് പറഞ്ഞാൽ 32ൻ്റെ 5th റൂട്ട് എന്ന് പറയുമ്പോൾ ആര് വരും 2 വരും. 2 raised to 6 എന്ന് പറഞ്ഞാൽ എത്ര വരും 64 ആയി മാറും. ഇതാണ് റിസൾട്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം. 32 into 32 raised to 1 by 6 into 32 raised to 1 by 36 etc. ഇൻഫിനിറ്റി. അതായത് 32 raised to എന്ന് പറയും ഇതിൻ്റെ പവർ എല്ലാം കൂടെ കൂട്ടി എഴുതാം. 1 plus 1 by 6 plus 1 by 36 plus etc. ഇൻഫിനിറ്റി. സം ഓഫ് ഇൻഫിനിറ്റ് ടൈംസ് ബൈ ജി പി ആണ്. സം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എ ബൈ 1 മൈനസ് ആർ എന്ന് വരും. 32 raised to ആര് വരും 1 by 6 മൈനസ് 1 5 by 6 എന്നായി മാറും. അതായത് 32 raised to ആര് വരും 6 by 5 എന്നായി മാറും. അതായത് 32 raised to 1 by 5 ദി ഹോൾ raised to 6. 32 raised to 1 by 5 എന്ന് പറഞ്ഞാൽ ആര് വരും 32 raised to 1 by 5 എന്ന് പറഞ്ഞാൽ എത്ര വരും 2 ആയി മാറും. 2 raised to 6 എന്ന് പറയുമ്പോൾ ആര് വരും 64. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ചെയ്ത രീതി ഓർമ്മയിരിക്കുക. 32 raised to 1 by 5 ദി ഹോൾ raised to 6 എന്ന് പറഞ്ഞാൽ 64.